സീനേ ഉള്ളൂ. ഇന്നും ആളുകൾ എന്റെ ഫേസ്ബുക്കിലൊക്കെ വന്നിട്ട് പറയും, നീയൊക്കെയാണോടാ കൊണ്ടുവന്നിരിക്കുന്ന വലിയ ആണുങ്ങള്? പെണ്ണിന്റെ ചൂടറിയാത്ത നീയൊക്കെ എവിടുത്തെ ആണുങ്ങളാടാ? ഒരു നടന്റെ പേര് എനിക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം, അയാളോട് നേരിട്ട് പറഞ്ഞിട്ടുണ്ട്. സാധാരണ അങ്ങനെയല്ല. സാധാരണ അങ്ങനെയല്ല, എനിക്ക് മാത്രം. ഞാൻ അങ്ങനെ കേട്ടിട്ടുണ്ട് ചില ആളുകളുടെ റൂമുകൾ. അത് ചില ആൾക്കാർ അങ്ങനെ ഉണ്ട് തോന്നുന്നു. എനിക്ക് തോന്നുന്നു പൊന്നമ്മ ചേച്ചിയൊക്കെ അങ്ങനെ ഉണ്ടായിരുന്നു. നമ്മൾ ഇട്ടിട്ട് വരുമ്പോൾ അവർ പ്രതിസന്ധിയിലാവുന്നു. ആയി. പക്ഷെ ആ ഡയറക്ടറുടെ സിനിമ പിന്നെ ഒരിക്കലും എന്നെ വിളിച്ചിട്ടില്ല. അല്ല, സീനത്ത് ഒരാളെ വിളിച്ചു കഴിഞ്ഞാൽ ഇതാണ് ഇങ്ങനെയാണ് എന്നാ വേണ്ട. നമുക്ക് കിട്ടേണ്ടതായിട്ടുള്ള ഒരു പരിഗണന പറഞ്ഞ പോലെ കിട്ടിയില്ലെങ്കിൽ അങ്ങനത്തെ സ്ഥലത്ത് നിൽക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇത് ഒരു പടമല്ല, 2-3 പടങ്ങൾ അങ്ങനെ ചെയ്തുമ്പോഴേ, ഒരു പടമാണെങ്കിൽ കുഴപ്പമില്ല. ഈ അടുത്ത കാലത്ത് വരെ അങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര വിഷമായി. ഇപ്പൊ അടുത്ത് വരെ ചെയ്തു എന്ന് പറഞ്ഞപ്പോൾ ഇതൊക്കെ ഒരു ശ്വാസത്തിനല്ലേ ഉള്ളൂ. നമ്മളൊക്കെ എന്തിനാണ് അതിങ്ങനെ ചെയ്യുന്നതെന്ന് മനസ്സിലാവുന്നില്ല. ഏതൊക്കെയൊന്നും ചെയ്താൽ നമുക്ക് അതൊരു പാരയായിട്ട് വരുന്നില്ല. കറക്റ്റായിട്ട് പൈസ വാങ്ങി മേടിക്കുന്ന ആൾക്കാരെ അവർ പിന്നെ വിളിക്കും. അമ്മക്കെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു, നമുക്ക് ഞങ്ങളിവിടെ ഇങ്ങനെ കുടിയും കിടക്കുകയാണ് പിന്നെ പറഞ്ഞു. നമുക്കവിടെ ഒറ്റ കോള്, അവിടെ ഒന്നും ഇല്ലാന്ന് ചെയ്യേണ്ടവർ ചെയ്തുകൊണ്ടേയിരിക്കും. ഇപ്പോഴും തുടർന്നുകൊണ്ടേയിരിക്കും. അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ്. ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട്. ലോകോത്തര ബ്രാൻഡുകൾ, ഒറിജിനൽ പ്രോഡക്ട്സ്, വൈഡ് റേഞ്ച്. മൈജി ഫ്യൂച്ചർ. നമസ്കാരം. ഞാൻ കുറേ നാളുകളായി ഒരാളെ പല പ്രാവശ്യം വിളിക്കും, എനിക്കൊരു ഇൻ്റർവ്യൂ വേണം. പക്ഷെ പല സമയത്തും മാറി പോയിക്കൊണ്ടിരുന്നു. പക്ഷെ അങ്ങനെ ഇത്തവണ എനിക്ക് ലഭിച്ചിരിക്കുന്നു. ഞാനൊക്കെ സിനിമ കാണുന്ന കാലഘട്ടം, ആ കാലഘട്ടത്തിൽ തന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നടി, ചെയ്തു വെച്ചിരുന്ന കഥാപാത്രങ്ങൾ എല്ലാം നല്ല നല്ല കഥാപാത്രങ്ങൾ. മലയാള സിനിമയ്ക്ക് ആ നടിയെ പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല, പ്രേക്ഷകർക്ക് പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല, പേര് പോലും പറയേണ്ട കാര്യമില്ല. എങ്കിലും പേര് പറയുക എന്നത് എൻ്റെ ഒരു കടമയാണ്. നടി സീനത്താണ്. നമസ്കാരം. എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. താങ്ക് യു. ഒത്തിരി സിനിമകൾ കണ്ടു വളർന്നതാണ് ഞാൻ. താങ്ക് യു. ഞാൻ പഠിക്കുന്ന കാലത്തൊക്കെ സിനിമ കാണുമ്പോൾ ഏത് സിനിമയിൽ നോക്കിയാലും ഒരു വേഷത്തിൽ അവിടെ ഉണ്ട്. ആ സമയത്തൊക്കെ ഇഷ്ടംപോലെ പടങ്ങൾ, എത്രയോ സിനിമകൾ അല്ലേ? എത്ര സിനിമയായി? കുടുംബ കഥകളാണല്ലോ. എത്ര സിനിമയായി? ഞാൻ നോക്കിയിട്ടില്ല. അല്ല, ഞാൻ ഇന്ന് നോക്കിയിട്ടാണ് ഞാൻ അത്ഭുതപ്പെട്ടിരിക്കുക. ഞാൻ അടിച്ചു കൊടുത്തതിന് അങ്ങ് വരുവാണ്. ഇഷ്ടംപോലെ ഉണ്ട്. അതൊക്കെ ഞങ്ങളൊക്കെ അഭിനയിക്കുന്ന സമയത്ത് 13-14 സിനിമ വരെ ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു വർഷത്തിൽ. അന്നൊക്കെ ആർട്ടിസ്റ്റുകൾ ഇത്ര ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് വരുമല്ലോ. അപ്പൊ അത്രയും പടങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു ഓരോ വർഷവും. പിന്നെ അത് കുടുംബ കഥകളുടെ കുറവ് കാരണം പിന്നെ കുറഞ്ഞതായിരിക്കും. എനിക്ക് തോന്നുന്നു എല്ലാവരും കൂടെ അഭിനയിച്ചിട്ടുണ്ട്. മിക്ക ആൾക്കാർ അല്ലേ? മിക്ക ആളുകൾ കൂടെ അഭിനയിച്ചു. ലാലേട്ടനെന്ന്, മമ്മൂക്ക, അതെ, അടുത്ത് പറയേണ്ട പേരുകളാണ്. സുരേഷ് ഗോപി ചേട്ടൻ, ജയറാം, മുകേഷ്, ജഗദീഷ്, പിന്നെ ആ സമയത്ത് ഉണ്ടായിരുന്ന എല്ലാവരുടെ കൂടെ അഭിനയിച്ചിട്ടുണ്ട്. അവരൊക്കെ ഇപ്പോഴും ഉണ്ട്, ഇപ്പോഴും ഇല്ല എന്നല്ല. അന്നൊക്കെ അവരുടെ നല്ല സമയമാണ്. സിദ്ദീഖ്. എനിക്ക് സീനത്ത് എന്നൊരു ആക്ടറിൻ്റെ ജീവിതം എനിക്ക് തോന്നുന്നു നാടകത്തിൽ നിന്നാണ് വരുന്നത്. പിന്നെ ഡബ്ബിങ്ങിലേക്ക് പോയി, ടെലിവിഷനിലേക്ക് പോയി, എല്ലാ മേഖലയും കൈവച്ചു. അതൊരു വലിയ ഭാഗ്യമല്ലേ? തീർച്ചയായിട്ടും. അല്ല, അത്തരം ഒരു ഭാഗ്യം എല്ലാവർക്കും കിട്ടണമെന്നില്ല. എനിക്കൊന്നു ശ്വേതാമേനോന് വേണ്ടി ശബ്ദം നൽകിയ അവാർഡ് വരെ കിട്ടി, പരദേശി എന്ന സിനിമയ്ക്കാണോ അല്ലേ? പക്ഷേ ശ്വേതയ്ക്ക് അവാർഡ് കിട്ടിയത് ഞാൻ ഡബ് ചെയ്ത ഒരു പലേരി മാണിക്യം, അതിലാണ് ഞാൻ ഫുള്ളായിട്ട് ചെയ്തത്. മറ്റേത് 2 ആളായിരുന്നു ചെയ്തിരുന്നത്. ഞാനും ചേച്ചിയും കൂടെയാണ് ശ്വേതയ്ക്ക് ചെയ്തിട്ടുള്ളത്. അതിനേക്കാൾ എനിക്ക് പ്രാധാന്യം പലേരി മാണിക്യം. പക്ഷെ ആ ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് പിന്നെ നമ്മുടെ സ്വയം സിനിമ വരുമ്പോൾ നമ്മുടെ ശബ്ദം തന്നെയാണ് കൊടുക്കുന്നത്. അതെ. അങ്ങനെ വരുമ്പോൾ എന്തെങ്കിലും ഡൗട്ടുകൾ വരുമോ? നമ്മളെ ശബ്ദം കൊണ്ട് വേറെ ആൾക്ക് കൊടുക്കുന്നു, നമ്മുടെ സിനിമയിൽ നമ്മൾ തന്നെ ചെയ്യുന്നു. അതെ. പക്ഷേ ഞാൻ ശ്വേതയ്ക്ക് ആയതുകൊണ്ട്, ശ്വേത നായിക ലെവലിൽ നിൽക്കുന്ന പെൺകുട്ടിയാണല്ലോ. അപ്പൊ എനിക്ക് അത്ര പ്രശ്നമില്ല. ക്യാരക്ടർ റോളിന് വിളിക്കുമ്പോൾ ഞാനൊന്ന് ശ്രദ്ധിക്കും. അതാണ് ചോദിച്ചത്. എന്റെ ചോദ്യം കറക്റ്റായിരുന്നു. അതെ, ക്യാരക്ടർ റോളിന് വിളിക്കുമ്പോൾ പലതും ഞാൻ പോയിട്ടില്ല. ശ്വേതയ്ക്കൊന്നും ചെയ്താൽ നമുക്ക് അതൊരു പാരയായിട്ട് വരുന്നില്ല. നേരെ മറിച്ച് നമ്മൾ അതേ റോള് ചെയ്യുന്ന ഒരാൾക്ക് പോയിട്ട് നമ്മൾ സ്ഥിരം ഡബ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഡബ്ബിംഗ് ആർട്ടിസ്റ്റിലേക്ക് മാറും. സ്വാഭാവികമായിട്ട് മാറാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് വ്യത്യാസം ഉണ്ടാവില്ലല്ലോ. പിന്നെ ശ്വേതൊക്കെ ചെയ്യണല്ലേ, ഒരു കുഴപ്പമൊന്നുമില്ല. ഒത്തിരി ജീവിത അനുഭവമുള്ള ഒരാളാണല്ലേ? പല ആളുകളിലേക്കും കൂടെ സിനിമയിൽ അഭിനയിച്ചു വന്ന് ഒത്തിരി രസകരമായ ഓർമ്മകളുണ്ടാകും. അതൊക്കെ ഓർത്തെടുക്കാൻ പറയുകയാണെങ്കിൽ ഒത്തിരി ഉണ്ടാവുമെന്ന് എനിക്കറിയാം. രസകരമായ മുഹൂർത്തങ്ങൾ, പക്ഷെ വിഷമമുണ്ടായ മുഹൂർത്തങ്ങൾ, ആ ഒറ്റപ്പെടലിൻ്റെ മുഹൂർത്തങ്ങൾ, കൈ പിടിക്കാൻ ഒരാളില്ലാതെ വരുന്ന സമയങ്ങൾ, കൈ ചേർത്ത് പിടിക്കുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷവും ദുഃഖം, അങ്ങനെ ഒത്തിരി പേരുണ്ട്. നമ്മളൊന്ന് ചേർത്ത് നിർത്താൻ ഒരാളുണ്ടെങ്കിൽ നമ്മൾ ചേർന്ന് നിൽക്കാൻ ഭയങ്കര ഇഷ്ടപ്പെടും. എല്ലാവരും അങ്ങനെ. ഞാനാണെങ്കിൽ എനിക്കൊരു വിഷമം ഒന്ന് ചേർത്ത് പിടിക്കാൻ ഒരാളുണ്ടെങ്കിൽ ചേർന്ന് നിൽക്കാമല്ല, ചേർന്ന് നിന്നിട്ട് ചേർത്ത് പിടിച്ചിട്ട് കാര്യമില്ല. അങ്ങനെയൊക്കെ ഒത്തിരി അനുഭവം ഉണ്ടായിട്ടുണ്ട്.
ജീവിതത്തിലെ ഏറ്റവും വിഷമസന്ധിയിലേക്ക് പോയ ഒരു യാത്ര ഏതായിരിക്കും? അങ്ങനെയുള്ള ഒരു യാത്ര, വിഷമിച്ചിട്ട് പോയ യാത്രയോ? അങ്ങനെയുള്ള ഒരു യാത്രയൊന്നും എനിക്ക് വളരെ കുറച്ച് എന്നെ എന്ത് ദുഃഖമാണെങ്കിലും സന്തോഷമാണെങ്കിലും വളരെ കുറച്ച് സമയത്തേക്ക് എനിക്കത് നിൽക്കുകയുള്ളൂ. ഒരാളോട് ദേഷ്യമാണെങ്കിൽ തന്നെ എല്ലാം തന്നെ എനിക്ക് കുറച്ച് സമയത്തേക്ക് നിൽക്കുകയുള്ളൂ. അതുകൊണ്ട് ഞാൻ ഒരു കാര്യം, ഒരു ദുഃഖം വരികയാണ് അതിൻ്റെ മിന്നത്താലിനെ കടിച്ചു തൂങ്ങുക എന്നുള്ള സ്വഭാവം എനിക്കില്ല. നേരത്തെ ഉണ്ടായിരുന്നു. വളരെ ചെറുപ്പത്തിലൊക്കെ ഭയങ്കര ഉറക്കം വരാതിരിക്കുക. അതിൽ നിന്ന് നമുക്ക് ഓരോ അനുഭവങ്ങൾ വരുമ്പോൾ നമ്മൾ കൂടുതൽ ശക്തി ആർജിക്കും. പിന്നെ ഒരു സ്ത്രീകൾ മിക്കവാറും അങ്ങനെയായിരിക്കും. ഒരു പരിധി വിട്ടാൽ പിന്നെ തകർക്കാൻ പറ്റില്ല, എല്ലാം അങ്ങോട്ട് കളയും. അപ്പോൾ അതുകൊണ്ട് എനിക്ക് അങ്ങനെ ഒരു ഭയങ്കരമായിട്ടുള്ളൊരു ഇത് വളരെ കുറവാണ്. ഏറ്റവും ദേഷ്യം വരുന്ന എന്തിനായിരിക്കും? ദേഷ്യം വരുന്ന, എനിക്ക് ആവശ്യമില്ലാത്ത കളവൊക്കെ പറയുകയാണെങ്കിൽ എനിക്ക് ദേഷ്യം വരും. ആവശ്യമില്ലാത്ത കളവുകൾ പറയുന്ന ആൾക്കാരെ എനിക്കിഷ്ടമല്ല. ഏറ്റവും കൂടുതൽ സന്തോഷം വരുന്ന മുഹൂർത്തം എപ്പോഴായിരിക്കും? സന്തോഷമുള്ള മുഹൂർത്തം എനിക്ക് എപ്പോഴും കുട്ടികളായിട്ട് ഇരിക്കുന്ന സമയം തന്നെ. കുട്ടികളായിട്ട് അല്ലേ? പിന്നെ യാത്രകൾ പോകും, ഫ്രണ്ട്സിൻ്റെ കൂടെ യാത്ര പോകുമ്പോൾ. ആ കാലഘട്ടത്തിൽ, നമ്മൾ വരുന്ന കാലഘട്ടത്തിൽ എനിക്ക് ഒന്ന് 78 അതെ അല്ല 78 എൻ്റെ ഒരു ഓർമ്മ ശരി. 78 വരുന്ന കാലഘട്ടം, അഭിനയിച്ച് 78 വരുന്നത്. 78 വരുന്ന സമയത്ത് സിനിമ വേറെയാണ് അല്ലേ? അതെ, നമ്മൾ സിനിമയെക്കുറിച്ച് അറിയാമെങ്കിലും സിനിമ വേറെയാണ് അല്ലേ? നിലമ്പൂർ എന്ന സ്ഥലത്ത് അല്ലേ, അവിടെ നിന്നാണ് വരുന്നത്. നമുക്ക് അവിടെ എടുത്തു പറയാൻ നിലമ്പൂർ ഐഷ ഷെയ്ത്താനെ നമുക്ക് എടുത്തു പറയാൻ പറ്റുള്ളൂ. ഒരാളെയാണ് കൊണ്ടുവന്നിട്ടുള്ളത് അല്ലേ? അങ്ങനെ തന്നെയല്ലേ കൊണ്ടുവന്നത്? അതെ തീർച്ചയായിട്ടും. അവർ തന്നെ സിനിമയിലേക്ക് കൊണ്ട് എത്തിക്കുന്നു, സിനിമയുടെ യാത്രയിൽ കൂടെ നിൽക്കുന്നു. ആ ഒരു വരവ് 78 വന്നിട്ട് പിന്നെ ഒരേ വഴി വെച്ചടി വിവരത്തിലേക്ക് പോയി. അല്ല, 78 വന്നിട്ട് പിന്നെ ഞാൻ അഭിനയിച്ചില്ല. പിന്നെ കല്യാണത്തിൽ അന്ന് ചെറിയ കുട്ടിയാണല്ലോ, കൊച്ചുകുട്ടിയായിട്ടുള്ള. അല്ല, സിനിമയിലെത്തി പിന്നീടുള്ള അഭിനയ ജീവിതം പിന്നീട് വന്നിട്ടുള്ളത് ഞാൻ കല്യാണമൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ്. വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ പൂവമ്പഴം എന്ന് പറഞ്ഞ ഒരു KTയുടെ ഒരു ഇൻ്റർവ്യൂ വന്ന സമയത്ത് ദൂരദർശനിൽ വന്നു. അങ്ങനെ അത് പോയി ചെയ്തു. പിന്നെ കമണ്ടലു എന്ന് പറഞ്ഞ വിജയേഷിൻ്റെ ഒരു സീരിയൽ അഭിനയിച്ചു. അവൻ്റെ ക്യാമറാമാനായിരുന്നു S. കുമാറാണ് എന്നെ ധനത്തിലേക്ക് പറഞ്ഞു കൊടുക്കുന്നത്. അങ്ങനെയാണ് ഞാൻ ധനം സിനിമ ചെയ്യുന്നത്. ആ സിനിമയിലാണ് നല്ലൊരു വേഷം ചെയ്തുകൊണ്ട്. നല്ല വേഷമായിരുന്നു. പിന്നെ എനിക്ക് തോന്നുന്നു ധനം സിനിമയെക്കുറിച്ച് വരുമ്പോഴേ, ഈ ധനം സിനിമയെക്കുറിച്ച് ഞാൻ ഇന്ന് വെറുതെ ഒന്ന് ഓടിച്ചപ്പം ഞാൻ ഇപ്പോൾ ചോദിച്ചു കഴിഞ്ഞാൽ ധനം സിനിമയിലെ ക്യാരക്ടറിൻ്റെ പേരെന്ന് പറയാമോ? സരസ്വതിയാണോ? അത് ഓർമ്മയില്ല കേട്ടോ. ലക്ഷ്മി എന്നല്ലേ പേരുകൾ? എനിക്ക് ആയിരിക്കും. ലക്ഷ്മി അങ്ങനെ പേരുകൾ വിളിക്കുന്നതുണ്ടോ അതിൽ? അങ്ങനെ അല്ല, ലക്ഷ്മി എന്നാണ് ക്യാരക്ടറിൻ്റെ പേരിട്ടിരിക്കുന്നത്. അങ്ങനെ കുറേ ഞാൻ ഇങ്ങനെ ഇന്ന് എടുത്തു നോക്കി. ആ ക്യാരക്ടറിൻ്റെ പേര് വെച്ച് വരെയാണ് വരുന്നത് ധനം സിനിമ. അങ്ങനെ നമ്മുടെ ക്യാരക്ടറെ കൊണ്ട്, അങ്ങനെ പേര് കൊണ്ട് നിലനിന്ന് പോയൊരു സിനിമ ഏതാണ്? അത് സംശയമല്ല, ഗോഡ് ഫാദർ. സംശയമില്ലാത്ത കാര്യമാണ്. ഒറ്റ സീനേ ഉള്ളൂ. ഇന്നും ആളുകൾ എൻ്റെ ഫേസ്ബുക്കിലൊക്കെ വന്നിട്ട് പറയും എന്താ സീന, ഒറ്റ സീനുള്ളെങ്കിലും. ശരിക്കും അതുകൊണ്ട് അത് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് മക്കൾ മഹാത്മ്യം സിദ്ദിഖൻ എഴുതിയ അതിലേക്കൊരു വലിയ വേഷമായിരുന്നു. ഞാനും ലളിത ശശിയായിരുന്നു. അപ്പം അന്ന് ചെറുപ്പം വയസ്സായിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് അത് ചെയ്യുന്നത്. അതെ, അത് ചെയ്യുന്നത്. ആ സിനിമയുടെ പേര് എന്നും ഇപ്പോഴും നിലനിൽക്കുന്നുണ്ടെങ്കിൽ ആ ഗോഡ് ഫാദർ സിനിമയെക്കുറിച്ച് പറയാനില്ല കേട്ടോ. അതെ 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 അതെ. ഹരീഷ് കൃഷ്ണൻ ചേട്ടൻ്റെ ഒരു വരവ് ആ സിനിമയിൽ ഗംഭീരമായിരുന്നു. അങ്ങനെ കുറേ പേര്, കുറേ ആർട്ടിസ്റ്റുകളുടെ സിനിമയാണ് അത്. ആ സിനിമയിൽ അഭിനയിച്ച എല്ലാവർക്കും പിന്നീടുള്ള കാലഘട്ടത്തിൽ തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടുമില്ല. ശരിക്കും ഒരുപാട് ആർട്ടിസ്റ്റുകൾ ഒത്തിരി പേര് ചെയ്തിട്ടുണ്ട്. ഗംഭീര സിനിമയായിരുന്നു. ആ പേര് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ടല്ലേ? അല്ലേ? ഈ ലാലേട്ടൻ്റെ കൂടെ ആദ്യം അഭിനയിച്ച പടമാണല്ലോ ഈ പറഞ്ഞ ധനമാണല്ലോ. അന്ന് ലാലേട്ടനെ കാണണമെന്ന് ആഗ്രഹിച്ച ഒരാളായിരിക്കാം. സിനിമകൾ കണ്ടു. പക്ഷെ അന്ന് ലാലേട്ടൻ്റെ അടുത്ത് പോയി നിൽക്കുമ്പോൾ മനസ്സിൽ അന്ന് തോന്നിയ ഒരു കാര്യം ഇപ്പോൾ ഓർത്തെടുക്കാൻ പറയും എന്ത് പറയും? അല്ല, അങ്ങനെ ഒരു ഓർത്തെടുക്കാൻ പറ്റിയ ഒരു ഇതൊന്നും എനിക്കങ്ങനെ ഓർമ്മയില്ല. നമ്മൾ സാധാരണ ഒരു നടനെ കാണുന്ന ഒരു രീതി തന്നെ. നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരാളെ നേരിട്ട് കാണുമ്പോൾ ഒരു സന്തോഷമുണ്ടല്ലോ, അത്ര തന്നെയാണ്. എനിക്ക് തോന്നുന്നു ലാലേട്ടൻ, മമ്മൂക്ക ഈ രണ്ടുപേർക്കും രണ്ട് വ്യത്യസ്തമായ സ്വഭാവങ്ങളാണ്, രീതികൾ അങ്ങനെയാണ്. അത് രണ്ടുപേരോടും ഒരുമിച്ച് അഭിനയിച്ചിട്ടുണ്ട്. രണ്ടുപേരോടും അഭിനയിച്ച് ആ ലൊക്കേഷനിൽ എപ്പോഴും നമ്മൾ ഒരു സ്നേഹം, ബഹുമാനം, അതോടൊപ്പം തന്നെ ഒരു വാത്സല്യം, ഇത് കിട്ടുന്ന ആരിൽ നിന്നായിരിക്കും? നമുക്ക് കിട്ടുക, അങ്ങോട്ട് കൊടുക്കും. നമുക്ക് കിട്ടും. അങ്ങനെ വാത്സല്യം ഒന്നും കിട്ടാൻ എന്താ, നമ്മൾ അങ്ങനെ ഇല്ല. സ്നേഹം എല്ലാവർക്കും ഉണ്ട്. ഇപ്പൊ മോഹൻലാലാണെങ്കിൽ തന്നെ രണ്ടാളും, മമ്മൂക്കയാണെങ്കിലും അങ്ങനെ തന്നെ. പക്ഷെ രണ്ടാളും രണ്ട് രീതിയാണ്. മമ്മൂക്കാനെ കുറച്ചും കൂടെ വാത്സല്യം നമുക്ക് അങ്ങോട്ട് തോന്നുന്നത് മോഹൻലാലിന്റെ അടുത്താണ്, ബഹുമാനം കൂടുതൽ തോന്നുന്നത് മമ്മൂക്കയുടെ അടുത്താണ്. രണ്ടാണ് അല്ലേ?
നമുക്കൊക്കെ എന്തെങ്കിലും നമ്മൾ ലൊക്കേഷനിൽ അന്ന് ക്യാരവാനൊന്നും ഇല്ലല്ലോ, ലൊക്കേഷനൊക്കെ ഇരിക്കുമ്പോൾ സംസാരങ്ങളുണ്ടായിരുന്നു. അങ്ങനത്തെ ഒരു സംസാര രീതിയിൽ ഏറ്റവും രസകരമായ മുഹൂർത്തം ഓർക്കുന്നുണ്ടോ? ഒന്നോർത്ത് ഒരു സംസാര രീതി മമ്മൂക്കാടെ ലാലേട്ടൻ ഒന്ന് പറഞ്ഞു വെച്ചൊരു കാര്യം ഓർത്തെടുത്തേ. മമ്മൂക്കയുടെ എനിക്ക് അങ്ങനെ ഓർത്തെടുക്കാൻ അങ്ങനെ ഒരു ലൊക്കേഷനിൽ എന്നെ കണ്ടതാണ്. എനിക്ക് ഞാൻ നേരത്തെ പറഞ്ഞതാണ്, പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. മമ്മൂക്കേനെ ആദ്യം കാണുന്നത് ആറ്റുവഞ്ചി വിലഞ്ഞപ്പോൾ എന്ന് പറഞ്ഞൊരു സിനിമയിൽ, KT എഴുതിയ സിനിമയിൽ മമ്മൂക്ക അഭിനയിക്കാൻ വന്ന്, ലക്ഷ്മിയൊക്കെയാണ്. അപ്പോൾ കണ്ടിട്ടുണ്ടായിരുന്നു. ഞാൻ ദൂരെ നിന്ന് മാത്രം കണ്ടിട്ടേ ഉള്ളൂ. പിന്നെ ഞാൻ കാണുന്നത് മഹാനഗരം എന്ന് പറഞ്ഞ KG ജോർജിൻ്റെ സിനിമയിൽ ഞാൻ അഭിനയിക്കാൻ പോണ സമയത്ത് നമുക്ക് ഭയങ്കര ടോപ്പിൽ നിൽക്കുകയല്ലേ. അപ്പോൾ ഞാൻ വരുമ്പോൾ തന്നെ കാണുന്നുണ്ട് ദൂരം നമുക്ക് ഇരിക്കുന്നത്. പക്ഷേ എനിക്ക് ഒരാളെ നേരിട്ട് നിന്ന് പരിചയപ്പെടുക, സംസാരിക്കുക, അതൊക്കെ ഭയങ്കര മടിയുള്ള കൂട്ടത്തിലാണ്. വരുമ്പോൾ നമുക്ക് ഭയങ്കര ഇഷ്ടവും ഒക്കെ മനസ്സിലുണ്ടെങ്കിലും പ്രകടിപ്പിക്കാൻ കുറച്ച് എനിക്ക് ഭയങ്കര മടിയാണ്. നമുക്ക് അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പം ഞാൻ കണ്ടു, ഞാൻ നേരെ പോയി മേക്കപ്പ് ചെയ്യാനിരുന്നു. നമുക്ക് എന്നെ കണ്ടു, നമുക്കൊക്കെ അറിയാമല്ലോ ആരാ വരുന്നതെന്നൊക്കെ അറിയാമല്ലോ, ഏത് റോൾ ചെയ്യാനാണ് വരുന്നതൊക്കെ അറിയാം. അപ്പോൾ പിന്നെ അവിടുന്ന് കുറേ സമയം ഞാൻ മേക്കപ്പ് ചെയ്യുന്നത് നോക്കുന്നുണ്ട്. പിന്നെ വൈകുന്നേരമായി, രാത്രി വരെ ഞാൻ അങ്ങോട്ട് അടുത്തേക്ക് പോയിട്ടില്ല. മേക്കപ്പ് എല്ലാം അഴിക്കുന്ന സമയമുണ്ടല്ലോ, പാക്കപ്പ് പറഞ്ഞ സമയത്ത് മേക്കപ്പ് അഴിച്ചുകൊണ്ടിരിക്കുക ഞാൻ. അമ്മ നേരെ നടന്നു വന്നു. ഞാൻ മമ്മൂട്ടിന്ന് പറഞ്ഞു. ഞാൻ തകർന്ന് ഐസായിപ്പോയി സത്യം പറഞ്ഞാൽ. ഞാൻ വേഗം ചാടി എണീറ്റു. ഞാൻ അയ്യോ ഒന്നും വിചാരിക്കരുത്, അല്ലല്ല ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ എന്ന് പറഞ്ഞു. അപ്പം എന്നോട് പറഞ്ഞു, ഞാനേ നിങ്ങളെ എത്രയോ വർഷം മുമ്പ് കണ്ടിട്ടുണ്ട് മഞ്ചേരിയിൽ നിങ്ങളൊക്കെ അവിടെ ഗാനമേളക്കൊക്കെ വരാറില്ല മാപ്പിളപ്പാട്ട് പാടാൻ, അന്ന് ഞാനവിടെ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു. നമുക്ക് അന്ന് നമുക്ക് സിനിമയിൽ അഭിനയിച്ചിട്ടില്ല. അത് കേട്ടപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി, സത്യം പറഞ്ഞാൽ ഞാൻ ഞെട്ടിപ്പോയി. ഒരു ഭയങ്കര അനുഭവമായിരുന്നു. പിന്നെ എനിക്ക് കുറെ ദിവസം എൻ്റെ മനസ്സിൽ ഇങ്ങനെ ഉണ്ടായിരുന്നു. അതെ, ആ വരവ് എനിക്ക് വല്ലാത്തൊരു, നമ്മളില്ലാതെ പോവല്ലേ അവിടെ. നമ്മൾ അങ്ങോട്ട് ചെന്നില്ലല്ലോ, രാത്രി വരെ നമ്മൾ ശ്രദ്ധിക്കുന്നില്ലല്ലോ. ശ്രദ്ധിക്കാത്തോണ്ടല്ല, ഞാൻ ചെല്ലുന്നില്ല. അതെനിക്ക് ബഹുമാനം ഇല്ലാത്തോണ്ടല്ല, ഇഷ്ടമില്ലാത്തോണ്ടല്ല, എനിക്ക് മടിയും ചെറിയ ഭയം ഉണ്ടാവൂല്ലോ നമുക്ക്. അവിടെ ചെന്നിട്ട് ഇങ്ങനെ സംസാരിക്കാന്നത് ഇപ്പോഴും എനിക്ക് ഭയങ്കര കുറവാട്ടോ അത്. അങ്ങനെ പിന്നെ ലാലിനെ അതിന് ശേഷം ലാലാണ് ധനത്തിന് കണ്ടതിന് ശേഷം ലാലാണ് എന്നെ ഉള്ളടക്കം ഒക്കെ പറഞ്ഞു കൊടുക്കുന്നത്. കിലുക്കം ഉള്ളടക്കമൊക്കെ, ഉള്ളടക്കത്തിനടുത്തുനിന്ന് ലാലിൻ്റെ പേര് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ ബലി എന്ന് പറഞ്ഞ ഒരു സിനിമ ഞാൻ പവിത്രേട്ടൻ്റെ സിനിമ ചെയ്തുകൊണ്ടിരിക്കുക. അന്ന് അങ്ങോട്ടേക്ക് ഒരു ഫോൺ വന്നു. അന്ന് ലാൻഡ് ഫോണാണല്ലോ, മൊബൈലൊന്നുമില്ലല്ലോ. ആ പറഞ്ഞ് ചേച്ചി പിന്നെ ഒരു ഫോണുണ്ട് മോഹൻലാലിൻ്റെ. ഞാൻ പറയാൻ എന്നെയോ? ഓടിച്ചെന്ന് ഫോൺ എടുത്തു. ഞാൻ പറഞ്ഞു ഇവിടെ അങ്ങനെ ഒരു സിനിമ നടക്കുന്നുണ്ട്, പേര് പറഞ്ഞോട്ടെ എന്ന് വെച്ചു. ഞാൻ പറഞ്ഞു പറഞ്ഞോളൂ. ഭയങ്കര അതും എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്ന്. അങ്ങനെ ലാല് വഴിയാണ് അത് കിലുക്കത്തിന് പറഞ്ഞു കൊടുക്കുന്നത്. അതിലും ഗംഭീര വേഷമാണല്ലോ. അങ്ങനെ മുരളിയേട്ടൻ്റെ ഭാര്യയായിട്ട്. അല്ല, മുരളിയേട്ടൻ്റെ കൂടെ ധനത്തിലും വെക്കുമ്പോൾ മുരളിയേട്ടൻ്റെ കൂടെ വേറെയും സിനിമകൾ ചെയ്തിട്ടുണ്ടല്ലോ. ഉണ്ട്. മുരളിയേട്ടൻ വേറൊരു ക്യാരക്ടറാണല്ലോ അല്ലേ? അതെ. എനിക്ക് തോന്നുന്നു സിനത്ത് എന്നൊരു ആക്ടറിന് ഒരു ഭയങ്കര ഭാഗ്യമുണ്ട്. കാരണം ഈ പറയുന്ന ഒത്തിരി ആർട്ടിസ്റ്റുകൾ കൂടെ നിന്നിട്ട് ഇപ്പോഴും ഈ കാലഘട്ടത്തിലും അഭിനയിക്കാൻ പറ്റുന്നുണ്ടല്ലോ. തീർച്ചയായും. അത് പ്രേക്ഷകർക്ക് ഇഷ്ടമുള്ളതുകൊണ്ടും ആ പ്രേക്ഷകരുടെ പൾസ് മനസ്സിലാക്കി ഡയറക്ടറും പ്രൊഡ്യൂസറും വിളിക്കുന്നുള്ളതാണ്. അതെ 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 അതെ. സിനത്തൊന്ന ആക്ടറെ പ്രേക്ഷകർക്ക് ഇഷ്ടമാണ്, മനസ്സിലുണ്ട്. അതുകൊണ്ടാണല്ലോ ഇപ്പോൾ ഇവർ വിളിക്കുന്നത്. അതെ. പക്ഷെ അന്നത്തെ കാലഘട്ടമൊന്നും അല്ല ഇപ്പം സിനിമ. ഇപ്പം മാറി. ചെറിയ ആൾക്കാർ, ന്യൂ ജനറേഷൻ കുട്ടികൾ വന്നു. പക്ഷെ എല്ലാവരും നല്ല കഴിവുള്ളവരാണ്. അവരെ ശരിക്കും ഒരു അത്ഭുതത്തോടെ തന്നെയാണ് ഞാനൊക്കെ നോക്കുന്നത്. സിനിമ ചെയ്യുന്നതും ചെറിയ ത്രെഡ് വെച്ചിട്ട് അവർ എടുക്കുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. പിന്നെ അമ്മ അച്ഛനൊന്നും ഇല്ല സിനിമയിൽ, അത് മാത്രമേ ഇല്ല. അങ്ങനത്തെ വേഷങ്ങളും ഇല്ല സിനിമയിൽ, സബ്ജക്റ്റിൽ പോലും ഇല്ല, വളരെ ചുരുക്കമുള്ളൂ. അതെ. പിന്നെ എടുക്കുകയാണെങ്കിൽ തന്നെ ആ ഒരു ക്യാരക്ടറിന് പറ്റുന്ന ആൾക്കാരെ സെലക്ട് ചെയ്യുക എന്നുള്ള അവർ ചെയ്യുന്നത്, അല്ല ആർട്ടിസ്റ്റിനെ എല്ലാവരും നോക്കുന്നത്. ഒരമ്മയോ അച്ഛനോ ചേട്ടനോ ആരാണെങ്കിലും അതിന് പറ്റുന്ന ഒരാളെ സെലക്ട് ചെയ്യുക, അവർ അഭിനയിക്കുക. പക്ഷേ അടുത്ത പടത്തിൽ അവരുണ്ടാവണമെന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കിങ്ങനെ തിരയുമ്പോൾ പുതിയ ആൾക്കാരെ വരുമ്പോൾ നമുക്ക് മുഖങ്ങൾ കിട്ടുന്നില്ല. 1-2 പടങ്ങൾ ചെയ്ത് പോവുകയാണല്ലോ. നമ്മളൊക്കെ അന്ന് ചെയ്തത് കൊണ്ടാണ് ഇപ്പോൾ ആൾക്കാരുടെ മനസ്സിൽ നിൽക്കുന്നത്. പത്രത്തിലൊക്കെ പേര് വരും. അപ്പോൾ അതുകൊണ്ട് നമ്മളെയൊക്കെ പേരുകളും എല്ലാവരും മനസ്സിലേക്കും പതിയും. പണ്ടത്തെ ഒരു ശരിക്കും പറഞ്ഞാൽ നല്ല കാലഘട്ടം തന്നെയായിരുന്നു. ഈ കാരവൺ വരുന്നവരെ തന്നെ
മോഹൻലാൽ അടക്കം വന്നിരിക്കുകയല്ലേ നമ്മളുടെ കൂടെ ഷൂട്ടിങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാവരും കൂടെ ചുറ്റും ഇരിക്കും, സംസാരിക്കും, ഭക്ഷണം കഴിക്കുന്നതും ഒക്കെ തന്നെ എല്ലാവരും അവിടെ ഒരു ഇതായിരുന്നു, രസമായിരുന്നു. മറ്റേ ക്യാരവനിലേക്ക് ഇപ്പൊ പോകുന്നു, കാണുന്നില്ല ആൾക്കാരെ. ആ സീനിൽ വരുമ്പോഴേ കാണുന്നുള്ളൂ. സീൻ വരുമ്പോൾ കാണും, അത് കഴിഞ്ഞാൽ പിന്നെ തിരിഞ്ഞു നോക്കുമ്പോഴത്തേക്ക് ഉണ്ടാവില്ല. പണ്ട് നമ്മുടെ സീൻ ഇല്ലെങ്കിൽ നമ്മൾ ലൊക്കേഷനിൽ കാണും, റൂമിലിരിക്കില്ലല്ലോ. റൂമിലിരിക്കില്ല, അത് ഡയറക്ടർക്ക് കാണുന്ന രീതിയിൽ തന്നെ അവിടെ എവിടെയെങ്കിലും ഉണ്ടാവും, വിളിച്ചാൽ വരാൻ പറ്റുന്ന രീതിയിൽ ഇരിക്കുന്നുണ്ടാവും ആൾക്കാർ. ഇപ്പോൾ ഒരു ഷോട്ട് കഴിഞ്ഞാൽ വിളിച്ചിട്ട് വരണേ, കാരണം ക്യാരവൺ എവിടെയെങ്കിലും ഇരിക്കും, അവിടുന്ന് വിളിച്ച് കൂട്ടിക്കൊണ്ടരണ്ടേ. അത്രയും ലാഗിയ ഇവിടെ. അതെ, അപ്പോൾ സൗകര്യം നോക്കുമ്പോൾ ഇപ്പോഴും നല്ല തന്നെയാണ്. കാരണം ബാത്റൂം ഒന്നും നമ്മൾ പോകാൻ പണ്ടത്തെ പോലെ എല്ലാവരുടെ കയ്യിലും മൊബൈലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ സുരക്ഷിതത്വം നല്ല തന്നെ. അത് തന്നെയാണ്, അത് ഇപ്പോൾ ഉള്ളതാണ്. അതെ, പക്ഷെ ഇപ്പോഴത്തെ നമുക്ക് പുറത്തു പോലും നിൽക്കാൻ പറ്റില്ല, സെൽഫി എടുക്കുന്നുണ്ട്. അങ്ങനെ ഒരു പ്രശ്നം ഇതിനകത്തുണ്ടല്ലോ, ഫോട്ടോ എടുക്കുന്ന. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ അത്യാവശ്യമാണ്. അന്നത്തെ കാലഘട്ടം ഓരോ ഡയറക്ടർമാർ, എല്ലാ ഡയറക്ടർമാർ, പ്രധാനപ്പെട്ട ഡയറക്ടർമാരുടെ കൂടെ അഭിനയിച്ചിട്ടുണ്ട്. ഈ ഓരോ ഡയറക്ടർമാർ നമ്മൾ ഈ പറഞ്ഞു 16 സിനിമയൊക്കെ ഒരു വർഷം ചെയ്യുക എന്ന് പറഞ്ഞപ്പോൾ നിസ്സാര കാര്യമില്ല. ലൊക്കേഷൻ അടുത്ത ലൊക്കേഷനിലേക്ക് പോവാണ്. അപ്പോൾ ഇവിടെ ചെയ്തു വെച്ചിട്ട് അങ്ങോട്ട് പോയിട്ട് അടുത്ത ലൊക്കേഷൻ കൂടെ പോയി, യാത്രയാണ്, ഭയങ്കര യാത്രയാണ്. അപ്പോൾ ഓരോ ഡയറക്ടർമാർ നമ്മൾ ചെയ്തു വെച്ച സീൻ ഇന്നൊക്കെയാണ് പോയി ഒന്ന് കണ്ട് തൃപ്തിപ്പെടാം. പണ്ട് അങ്ങനെ ഇല്ലല്ലോ. അപ്പോൾ ആ ഡയറക്ടർ നമ്മൾ ചെയ്ത സീൻ ഹാപ്പിയാണെന്ന് സീനത്ത് എന്നൊരു ആക്ടറിന് മനസ്സിലാക്കണം എങ്ങനെയായിരിക്കും? ഓരോരുത്തരും കട്ട് പറയുന്ന രീതി ഉണ്ട്, അതാണ് ചോദിച്ചത്. മനസ്സിലാവും. അപ്പൊ അത് തന്നെ മനസ്സിലാക്കും. പിന്നെ അവര് വിടില്ലല്ലോ അല്ലെങ്കിൽ. അപ്പൊ അതുകൊണ്ട് അത് അപ്പൊ തന്നെ മനസ്സിലാവും ഇഷ്ടമായി അല്ലെങ്കിൽ അതാണെന്നുള്ളത്. അങ്ങനെ ഏറ്റവും രസകരമായ മുഹൂർത്തമുണ്ട്. ഈ കട്ടിലും രസകരമായ കാര്യങ്ങൾ പറയാനുണ്ട്. ഒരു തൃപ്തിയല്ലാതെ കട്ട് പറയുന്നവരുണ്ടാവും, തൃപ്തിയോടുകൂടി കട്ട് പറയുന്നുണ്ടാവും, ഇത് മതി എന്നുള്ള രീതി കട്ട് പറയുന്നത്. അങ്ങനെ ഒരു മുഹൂർത്തം ഓർക്കാവും. അങ്ങനെ ഇപ്പം എനിക്ക് ഓർക്കാൻ പറ്റുന്നില്ല. ഗോഡ് ഫാദറിൽ സിദ്ദിഖ് കട്ട് പറഞ്ഞ ബാക്കപ്പ് പറഞ്ഞതേ ഓർമ്മയുള്ളൂ. കാരണം എല്ലാവരും കൂടെ എന്നെ ഡയറക്റ്റ് ചെയ്യാൻ വന്നപ്പോഴേ കട്ടും ബാക്കപ്പും ഒരിക്കലും ഒരുമിച്ച് പറഞ്ഞു. കാരണം ഡയറക്ടറുടെ എണ്ണം കൂടുതലാണ്, നാളെ എടുക്കാൻ പറഞ്ഞിട്ട്. രസകരമായി പറയണമെങ്കിൽ അതാണ് ഓർക്ക വരുന്നില്ലേ. അവരുടെ കൂടെ ഉള്ള അനുഭവം വലുതായിരുന്നല്ലോ അല്ലേ? അവരുടെ കൂടെ ഞാൻ കുറെ വർക്കുകൾ ചെയ്തിട്ടുണ്ട്. അതാണ് ഒരു ആക്ടറിന് എപ്പോഴും നല്ല. അവർ ഒരു സിനിമയായിട്ട് ആ സിനിമയുടെ കൂടെ അവർ ചെയ്യുന്ന അടുത്ത സിനിമയുടെ കൂടെ യാത്ര ചെയ്യുമ്പോൾ നമ്മളിൽ നിന്നുള്ള വിശ്വാസ്യതയാണല്ലോ കിട്ടുന്നത്. അതെ. അല്ലെങ്കിൽ അടുത്ത സിനിമ വരുമ്പോൾ നമ്മൾ വിളിക്കാതെ വരുമ്പോൾ നമ്മൾ എന്തോ ചെയ്ത പോലെ തോന്നും. പക്ഷെ ആ വിശ്വാസം നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇവരുടെ കൂടെയുള്ള യാത്ര അല്ലേ. നടിമാരിൽ അന്നത്തെ കാലത്ത് നിങ്ങളൊരു ബാച്ച് ഉണ്ടാവും, കുറേ നടിമാർ, അവരൊക്കെ ആയിട്ട് ഇപ്പോഴും സൗഹൃദമുണ്ടോ? അന്നത്തെ ആൾക്കാരെന്ന് പറഞ്ഞാൽ അന്ന് ഈ ഫോണും മൊബൈൽ ഫോണൊന്നും ഇല്ലല്ലോ. സിനിമ കഴിഞ്ഞാൽ നമ്മൾ പിന്നെ അവരെ കാണുന്നില്ല, വിളിക്കുന്നില്ല, ഒന്നുമില്ല, പിന്നെ അടുത്ത സിനിമയ്ക്കേ കാണുള്ളൂ. അങ്ങനെ വലിയൊരു സൗഹൃദം ആ കാണുമ്പോഴുള്ള മാത്രം. ഇപ്പോഴത്തെ കുട്ടികൾക്കാണ് അതൊക്കെ കിട്ടുന്നത്. പോയാലും മൊബൈലുണ്ട്, അവരൊക്കെ യാത്ര പോകുന്നുണ്ട് പലരും ഒരുമിച്ച്. അപ്പം എനിക്ക് തോന്നുന്നു ലൊക്കേഷനിൽ സൗഹൃദം കൂടുതലുണ്ടെങ്കിലും അത് കഴിഞ്ഞാൽ വളരെ കുറവായിരിക്കും പണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. പണ്ട് അങ്ങനെയാണ്. അങ്ങനെ ഏറ്റവും സൗഹൃദം ഉണ്ടായിരുന്ന ആളാരായിരുന്നു? അങ്ങനെ എനിക്ക് ലളിത ചേച്ചിയൊക്കെ ഉണ്ടായിരുന്നു ആ സമയത്ത്. എനിക്ക് ഒന്നാമത് സിനിമയിൽ വല്ലാത്ത കൂടുതൽ സൗഹൃദം എനിക്ക് കാണുമ്പോഴതേ ഉള്ളൂ. പിന്നീട് കൂടുതൽ എടുത്തു പറയാനുള്ള പേരുകൾ എനിക്ക് വളരെ കുറവാണല്ലേ? അതെന്താണ് അങ്ങനെ? അങ്ങനെയാണ്. ഇപ്പോൾ എനിക്കറിയില്ല, അങ്ങനെ ഒരു നമ്മൾ നിരന്തരം വിളിക്കുക. അപ്പോൾ ഊർമിളയൊക്കെ ആണെങ്കിൽ തന്നെ വിളിക്കും, നമ്മളെവിടെയും പോകണമെങ്കിൽ വിളിക്കും. അതല്ലാതെ നമ്മൾ എപ്പോഴും വിളിച്ചുകൊണ്ടിരിക്കുക എന്നുള്ള സാധനമല്ല. എനിക്കൊന്ന് ഈ ഊർമിളയുടെ കാര്യം പറയാം. നിങ്ങൾ ഒരുമിച്ച് അമ്മയുടെ മീറ്റിംഗ് ഞങ്ങൾ എവിടെ വന്നാലും ഞങ്ങൾ ഒരുമിച്ച് ഉണ്ടാവുള്ളൂ. അപ്പൊ ആൾക്കാർ ആയിരിക്കും നമ്മൾ നിരന്തരം വിളിയും സംസാരവും ഒക്കെയാണ്. അങ്ങനെയില്ല. പക്ഷെ എന്ന് കാണുമ്പോൾ ഒരേപോലത്തെ സൗഹൃദ. ഞങ്ങളെ രാഷ്ട്രീയം തന്നെ ഭയങ്കര വ്യത്യാസമാണ്. അതുകൊണ്ട് രാഷ്ട്രീയം പറയല്ല, മനസ്സിലായില്ലേ? അപ്പോൾ അത് പറയില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചർച്ച ചെയ്യില്ല. അപ്പൊ എവിടെ പോകുമ്പോഴും ഊർമിളയുടെ ഫോൺ വരും. സി വരുന്നുണ്ടോ? സി വരുന്നുണ്ടേ ഞാൻ വരാം, അങ്ങനെ പറയും. അങ്ങനെയാണ്. ഇടയ്ക്ക് നമുക്കൊന്ന് സിനിമയ്ക്കൊക്കെ പോകാന്നൊക്കെ പറയുന്ന ഒരു ബന്ധം. ആ ഒരു ബന്ധങ്ങളാണ് ഈ പറഞ്ഞതുപോലെ. പല ലൊക്കേഷനിലും പല ജീവിത ശൈലിയാണ് അല്ലേ? നമ്മളെ പല ലൊക്കേഷനിലും അങ്ങനെ ഈ ലൊക്കേഷനിൽ മാറി അടുത്ത ലൊക്കേഷൻ നമുക്ക് വേണ്ടത്ര ഒരു പരിഗണന, അന്നൊക്കെ വേണ്ട പരിഗണന കിട്ടണമെന്നില്ല. അങ്ങനെ ഒരു അനുഭവം ഒന്ന് ഓർക്കൂ. പരിഗണന കിട്ടാത്ത സ്ഥലത്ത് ഞാൻ പോയിട്ടുണ്ട്, പടം ചെയ്യാതെ പോയിട്ടുണ്ട്. എന്തുകൊണ്ടാണ് അങ്ങനെ അവർ പെരുമാറിയെന്ന് പിന്നെ ചിന്തിച്ചിട്ടുണ്ട്? അല്ല, എനിക്ക് എപ്പോഴും ഞാൻ ഈ പറഞ്ഞ പോലെ എനിക്ക് പണത്തിനോ ഒന്നും ഞാൻ പ്രാധാന്യം കൊടുക്കാറില്ല. നമുക്ക് കിട്ടേണ്ടതായിട്ടുള്ള ഒരു പരിഗണന, ഈ പറഞ്ഞ പോലെ കിട്ടിയില്ലെങ്കിൽ അങ്ങനത്തെ സ്ഥലത്ത് നിൽക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഞാൻ സിനിമയ്ക്കൊന്നും വളരെ അപൂർവമായിട്ടേ പൈസ പറഞ്ഞിട്ട് പോവാതിരിക്കുക എന്നൊക്കെ പറഞ്ഞാൽ വളരെ അപൂർവമായിട്ടേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അങ്ങനത്തെ ഇല്ല എനിക്ക്. റോളുകൾ ചോദിക്കുക, പോവുക എന്നല്ലാതെ അല്ലാത്ത ഇതുപോലെ നമുക്ക് കിട്ടേണ്ട പ്രാധാന്യം തന്നില്ലെങ്കിൽ പിന്നെ നമ്മൾ അവിടെ നിൽക്കാൻ പാടില്ല.
അങ്ങനെ പോന്നിട്ടുണ്ട്. അവിടെ പോയിട്ട് വന്നിട്ടുണ്ട് അല്ലേ? അവിടെ പോയിട്ട് വന്നു കഴിയുമ്പോൾ അതിനകത്ത് വേറെ പ്രധാനപ്പെട്ട കാരണം നമ്മളെ ക്യാരക്ടറാണല്ലോ അവിടെ ചെയ്യേണ്ടത്. അതെ. അപ്പം നമുക്ക് ആ പരിഗണന തരേണ്ട ബാധ്യത അവരാണ്, എന്നാലും നമുക്ക് നിൽക്കാൻ പറ്റുള്ളൂ, അത് സത്യമാണ്. പക്ഷെ നമ്മൾ ഇട്ടിട്ട് വരുമ്പം അവർ പ്രതിസന്ധിയിലാവുന്നു. ആയി. പക്ഷെ ആ ഡയറക്ടറുടെ സിനിമ പിന്നെ ഒരിക്കലും എന്നെ വിളിച്ചിട്ടില്ല. അത് എനിക്കും കൂടെ ഞാൻ തെറ്റ് ചെയ്തു അവിടെ, സത്യം പറഞ്ഞാൽ. അപ്പം അവിടുന്ന് ഇറങ്ങാൻ പാടില്ല, നമ്മളത് പറയണം. പക്ഷെ അതെങ്ങനെ പ്രതികരിക്കണം എന്നറിയാത്തതുകൊണ്ട് പോന്നിട്ടുണ്ട്. വിനയേട്ടൻ്റെ ലൊക്കേഷനിലായിരുന്നു അത് പോന്നിട്ടുള്ളത്. ഞാൻ പോകുന്നത് വിനയ ഇപ്പോഴൊന്നല്ല, കുറേ വർഷം മുമ്പത്തെ കാര്യമാണ് പറയുന്നത്. അത് ഏത് സിനിമയാണ്? ദിവ്യാവണ്ണി നായികയായിട്ട് അഭിനയിച്ച. മനസ്സിലായി. അത് ആരുടെയും കുറ്റമല്ല സത്യത്തിൽ അവിടെ ഉണ്ടായത്. ഡയറക്ടർ അറിയുന്നില്ലായിരിക്കും. ഡയറക്ടർ അറിഞ്ഞില്ല, അതാണ് എൻ്റെ സത്യം. ഡയറക്ടർ അറിയുന്നില്ല, വിനയൻ സാർ അറിഞ്ഞിട്ടില്ല. ചെറിയ കുട്ടിയാണ് മോൻ, ചെറിയ ആള്, കുഞ്ഞി കുട്ടിയാണ്. അപ്പോൾ അവിടെ ചെന്നപ്പോൾ ഭയങ്കര തിരക്കാണ്. ഭയങ്കര തിരക്ക് പറഞ്ഞാൽ അവിടെ ഇരിക്കാൻ പോലും പറ്റുന്നില്ല. അപ്പോൾ റൂമില്ല, റൂമായിട്ടാണ്. നമ്മളൊരു ആർട്ടിസ്റ്റ് വരുന്ന സമയത്ത് അവർക്ക് അറിയില്ലേ റൂം ഇടണം, റൂമിൽ പോകണം എന്നുള്ളത്. വൈകുന്നേരം റൂമാവുള്ളൂ എന്ന് പറഞ്ഞു. അപ്പം എനിക്കത് ഭയങ്കര സങ്കടം, എന്താ അങ്ങനെ ചെയ്തതെന്ന്. അപ്പം തന്നെ ഞാൻ ആരോടും പറഞ്ഞില്ല. ഞാനപ്പോൾ ഒന്നും സംസാരിക്കാൻ നിന്നില്ല. ഞാൻ നേരെ അന്ന് ഷൂട്ട് ഉണ്ടായിരുന്നോ? ഷൂട്ടിങ് അപ്പുറത്ത് നടക്കുക. നമ്മൾ അന്നത്തെ ദിവസം എത്തിയിരിക്കുന്നു. എൻ്റെ ആ സീൻ കഴിഞ്ഞ എൻ്റെ സീനാണ്, അടുത്ത സീനാണ് എൻ്റെത്. അപ്പം അങ്ങനെയൊക്കെ നിൽക്കുമ്പോൾ റൂം ഇടണമല്ലോ, ഇത് ഇവരുടെ കുഴപ്പമാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് അവർക്ക് സംഭവിച്ചു എന്നും അറിയില്ല. ഇപ്പോഴാണെങ്കിൽ ഞാൻ അങ്ങനെ ചെയ്യില്ല കേട്ടോ. അപ്പം നമുക്ക് അതിനേക്കാളൊക്കെ എത്ര പക്വത ഒന്ന് നമുക്കറിയാം, ഷൂട്ടിങ് എന്താണെന്നും എല്ലാം നമുക്കിപ്പോൾ അറിയാം. അന്ന് എനിക്ക് അത്ര സീരിയസ് ആയിട്ട് ഞാൻ എടുത്തിട്ടില്ല. ഞാൻ അപ്പം തന്നെ വണ്ടി എടുത്തിട്ട് ഞാൻ പോയി. കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര ഇതായി, ഞാൻ ചെയ്യാൻ പാടില്ല, വിനയേട്ടനോട് ചെയ്ത് തെറ്റാണ് ചെയ്തിട്ടുള്ളത്. ഒരു ഡയറക്ടർ നമ്മൾ എന്നെ അവഗണിച്ച് അതേപോലെ തന്നെ ഞാൻ ആ ഡയറക്ടറോടും ചെയ്യാന്നുള്ള തോന്നൽ എനിക്ക് വന്നു. അപ്പം ഞാൻ വേഗം നിർത്തിയിട്ട് ഞാൻ ഫോൺ ചെയ്തു. ഞാൻ പറഞ്ഞു, വിനയേട്ടാ എനിക്ക് ഇങ്ങനെയാണ്, ഞാൻ അവിടുന്ന് പോകുന്നത്, പിന്നെ റൂമിലേക്ക് വേണം വിളിക്കാൻ. റൂമിലേക്കാണ് അന്ന് വിളിക്കുന്നത്. അപ്പോൾ റൂമിലേക്കാണ് എനിക്ക് അറിയുന്നില്ല, അന്ന് മൊബൈൽ ഉണ്ടോയെന്ന് എനിക്കിപ്പോൾ കറക്റ്റ് ഓർമ്മയില്ല. പക്ഷെ ഞാൻ വിനയേട്ടനോട് സംസാരിച്ചു. പിന്നെ അപ്പം എന്നോട് ഏതായാലും പോയില്ലേ, കുഴപ്പമില്ല, വിട്ടേക്കുന്നു. വിനയേട്ടനാ നല്ല ആളാ. അമ്പോ, വിനയേട്ടൻ പിന്നെ തിരിച്ച് വിളിച്ചില്ല എന്ന് മാത്രമല്ല, വിനയേട്ടൻ്റെ പടത്തിൽ ഞാൻ കുറേ നല്ല പടങ്ങൾ ചെയ്തിട്ടുണ്ട്. ശിപ്പായി, ലഹള, വേറെയും പടങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ട്. പിന്നെ വിനയേട്ടൻ എന്നെ വിളിച്ചിട്ടേ ഇല്ല. പിന്നെ കുറേ കാലത്തിന് ശേഷം ഞാൻ നേരിട്ട് കണ്ടപ്പോൾ അതൊക്കെ പറഞ്ഞു, കുഴപ്പമില്ല, നമുക്ക് ഇനി ഒരിക്കൽ കൂടാം എന്ന് പറഞ്ഞു. പിന്നെ അടുത്തല്ല പിന്നെ മണി വെച്ചിട്ടൊരു സിനിമ ചെയ്തില്ല, അന്ന് തന്നെ അതേ പ്രൊഡക്ഷനിൽ വർക്ക് ചെയ്യുന്ന ആൾ തന്നെ, വിനയേട്ടൻ തന്നെ, ഇതേ ആളായിരുന്നു അന്ന് ഉണ്ടായിരുന്നത്. അപ്പോൾ എന്നെ വിളിച്ചു. പക്ഷെ എനിക്കതിൽ ചെയ്യാൻ പറ്റിയില്ല. അത് പിന്നെ റോള് മാറിപ്പോകുമെന്തോ കാരണം കൊണ്ട് അത് ഉണ്ടായില്ല. വിളിച്ചു അത് മനസ്സിലാക്കി. പിന്നെ ഞാൻ ഒരിക്കൽ കണ്ടപ്പോൾ ക്ലിയർ ആയിട്ട് പറഞ്ഞു ഞാൻ, അതുകൊണ്ടാണ്. പിന്നെ മനസ്സിലായിട്ടുണ്ടാവും. പിന്നെ വിളിച്ചു. അതൊരു വല്ലാത്ത അനുഭവമായിരുന്നു. അതനുഭവമായിരുന്നു. ഇപ്പോഴത്തെ കാലഘട്ടമാണ്. ഇപ്പോഴാണെങ്കിൽ അങ്ങനെയൊന്നും ചെയ്യില്ല എന്ന് നമ്മൾ സിനിമ അറിയാം. ഇപ്പൊ അറിയാം നമുക്ക്. ഇപ്പൊ അങ്ങനെ ഉണ്ടാവില്ല. നമുക്ക് ആദ്യം തന്നെ നമുക്കത് തിരിച്ചറിയുന്ന എപ്പോഴാച്ചാല്, ഒരു സീരിയൽ ഞാൻ പ്രൊഡ്യൂസ് ചെയ്തു, ആത്മ എന്ന് പറഞ്ഞിട്ട്. PF മാത്യൂസ് ആയിരുന്നു പിന്നെ എഴുതിയത്. ഡയറക്ടർ മോഹൻ കുപ്ലേരി. അതിൽ നരേന്ദ്ര പ്രസാദേട്ടൻ, ലളിത ചേച്ചി, കൽപ്പന, സത്താർക്ക, അങ്ങനെ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. കൈരളി വന്ന ഉടനെ അപ്പോഴാണ് ശരിക്കും ഒരു പ്രൊഡ്യൂസറുടെയും ഒരു എല്ലാത്തിൻ്റെയും പ്രശ്നം നമുക്ക് മനസ്സിലാക്കുന്നത്. ചെയ്തതൊക്കെ അതെ. അതിനുശേഷം ഒന്നിനും പരാതി പറയാത്തുള്ള സാധനം എനിക്ക് ഉണ്ടായിട്ടില്ല കേട്ടോ. ഞാൻ വളരെ മാറിപ്പോയി അതിന് ശേഷം. അത് അപ്പോഴാ ഇവരൊക്കെ ബുദ്ധിമുട്ട് അപ്പോഴാണ് ശരിക്കും മനസ്സിലായത്. തീർച്ചയായിട്ടും. മറ്റേ നമ്മൾ അഭിനയിക്കുന്നു, നമ്മൾ പോകുന്നു. അതെ, നമുക്കറിയില്ലല്ലോ ഇത്. നമ്മളെ കാര്യം മാത്രം പറയും, പോകും. അപ്പം അത് ഒരു പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ മനസ്സിലായി. ഒത്തിരി പൈസ കിട്ടാൻ കാണുമല്ലോ ആ കാലഘട്ടത്തിൽ. എനിക്ക് ഒത്തിരി പേർക്ക് അനുഭവം ഉണ്ട്. അവസാനത്തെ ചെക്ക് മിക്കവാറും കിട്ടില്ല. ചെക്കായിരിക്കുമല്ലോ, അങ്ങോട്ട് കളയും. പക്ഷെ ആര് നമുക്ക് പൈസ തരാണ്ട് പിന്നെ അവര് നമ്മളെ വിളിക്കില്ല. വേഷവും പോയി, പൈസ കറക്റ്റായിട്ട് പൈസ വാങ്ങി മേടിക്കുന്ന ആൾക്കാരെ അവർ പിന്നെ വിളിക്കും. നമ്മളത് വിട്ട് കളയാന്നൊക്കെ പറയുന്ന സമയത്ത് പിന്നെ ഉണ്ടാവില്ല. അങ്ങനെയാണ്. അന്ന് ഈ സംഘടനകളൊക്കെ അന്നും ഉണ്ടല്ലോ. അന്നും സംഘടനകൾ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. 31 വർഷമായി അമ്മ സംഘടന വന്നതിന് ശേഷം വളരെ കുറഞ്ഞില്ലേ അതൊക്കെ? അതാണ് ചോദിച്ചത്. അമ്മ സംഘടന വന്നതിന് ശേഷം ഞങ്ങളൊരു പിന്നെ മദ്രാസിൽ ഒരു സിനിമ വർക്ക് ചെയ്യാൻ വേണ്ടി പോയി. അവിടെ ദിലീപാണ് അതിൽ മെയിൻ റോള് ചെയ്യുന്നത്. ഞങ്ങളെല്ലാവരും കൂടെ നിന്ന് അവസാനം പ്രൊഡ്യൂസറുടെ കയ്യിൽ പൈസ ഇല്ലാതെ എന്തോ വന്നു.
പൈസ ഇല്ലാതെ വന്നുകൂടി ഇവർ ഞങ്ങളെ പിന്നെ വിട്ടില്ല, ആർട്ടിസ്റ്റുകളെ വിടില്ല എന്നായി. മദ്രാസിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഞാൻ മമ്മൂക്കയെ വിളിച്ചു. മമ്മൂക്കയെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു, മമ്മൂക്ക ഞങ്ങളിവിടെ ഇങ്ങനെ കുടിയും കിടക്കുകയാണ് പിന്നെ എന്ന് പറഞ്ഞു. നമുക്കവിടെ ഒറ്റ കോള് നമ്മളെ കയറ്റി വിട്ടു. അന്നത്തേക്ക് പിന്നീട് അങ്ങനത്തെ സംഘടനകൾ വന്നു കഴിഞ്ഞപ്പോൾ എൻ്റെ ബലമാണ്. അതെ, സംഘടനകൾ വന്ന സമയത്ത് അതിൻ്റെ ഇതിൽ ഉണ്ടാവുമല്ലോ. പിന്നെ ഇപ്പോഴൊന്നും അങ്ങനത്തെ പ്രശ്നങ്ങളില്ല തോന്നുന്നു. ഇപ്പോൾ വളരെ അപൂർവമായിട്ടുണ്ടാവുമായിരിക്കും, എനിക്കറിയില്ല. ഇപ്പോഴും പൈസ കൊടുക്കാത്ത ആളുകളൊക്കെ ഇപ്പോഴും ഉണ്ടാവും. ഉണ്ടാവും, പക്ഷെ ആരും അങ്ങനെ അങ്ങോട്ട്, കാരണം ഇപ്പൊ കൊടുക്കാതിരുന്നാലും വലിയ വലിയ എമൗണ്ട് ആണ് ഓരോരുത്തർ വാങ്ങുന്നേ. കുറച്ചങ്ങോട്ട് വിട്ടാലും കുഴപ്പമില്ല, അവർക്ക് കിട്ടേണ്ട കിട്ടിയിട്ട് ബാക്കിയേ പോകും. അതെ, വലിയ എമൗണ്ടുകളാണ് എല്ലാവരും വാങ്ങുന്നത്. നമുക്ക് ഇപ്പോഴും പൈസ പറയാൻ അറിയില്ല. അയ്യോ വിളിച്ചു കഴിഞ്ഞാൽ എന്ത് പറയണം എന്നുള്ളൊരു ഇപ്പോഴും അറിയില്ല. ഇപ്പോഴും ബുദ്ധിമുട്ട്. ആദ്യ പ്രതിഫലം എത്ര കിട്ടിയ? ആദ്യത്തെ പ്രതിഫലം 2500 രൂപ. 2500 2500 അങ്ങനെ എന്തോ ഒരു ചെറിയൊരു എമൗണ്ട്. അതിൻ്റെ കൂടെ ഒരു രൂപയും കൂടെ ഉണ്ട്, അങ്ങനെ എന്തോ ആണ്. അങ്ങനെയാണ് തരുന്നല്ലേ, ക്യാഷ് ആയിട്ട്? അതെ, ചെക്കൊന്നുമില്ല, നമുക്ക് ഇതൊന്നുമില്ലല്ലോ, ബാക്കിയൊന്നും ഇല്ലല്ലോ അന്ന്. അതെ. പിന്നീട് അക്കൗണ്ടൊക്കെ എടുത്ത് ഇങ്ങനെ പോകുന്നു. ഈ കണക്കുകൾ ആരെയാ ബോധിപ്പിക്കുന്നത്? ഇപ്പം നമ്മൾ അന്ന് ചെറുതാണല്ലോ, നമുക്ക് പൈസയുടെ വാല്യൂ എത്രയാണെന്നും കൂടെ അങ്ങനെ അറിയില്ലാത്ത സമയം അന്ന് കൂടെ ആരാണ്? അങ്ങനെ അന്ന് ആയിഷാത്തായിരുന്നു കൂടെ ഉണ്ടായത്. അങ്ങനെ ഒരു കണക്ക് പറയാൻ മാത്രം പൈസ അന്നില്ലല്ലോ, അങ്ങനൊന്നുമില്ല. കണക്കാരെയും ബോധിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. നമ്മൾ ഓരോ ലൊക്കേഷനിൽ പോയിട്ട് വീട്ടിൽ നിൽക്കുമ്പോൾ നമ്മുടെ അന്ന് കോള് ബുക്ക് ചെയ്ത് വിളിക്കണം, ഒരേ ഫോൺ കോൾ വരാനുള്ള പ്രതീക്ഷ ഉണ്ടാകും നമുക്ക്, അടുത്ത സിനിമയ്ക്ക് വിളിക്കാനുള്ള. അങ്ങനെ പ്രതീക്ഷിച്ചിരിക്കാറുണ്ടോ? അങ്ങനെ ഞാൻ ഇരുന്നിട്ടില്ല. ഇല്ല, എനിക്ക് വന്നാൽ പോയി ചെയ്യുന്നല്ലാതെ അങ്ങനെ ഇരിക്കണം ശരിക്കും നമ്മൾ, പക്ഷെ ഞാൻ അങ്ങനെ ഇരിക്കുന്നിട്ടില്ല. അങ്ങനെ ഇരുന്നിട്ടില്ല. തിരക്കായി കഴിഞ്ഞപ്പോൾ എങ്ങനെയായിരുന്നു? തിരക്കിലേക്ക് പോയല്ലോ, പിന്നീട് തിരക്കായി തുടങ്ങിയല്ലോ. ഇന്നത്തെ നടിക്ക് പിന്നീട് തിരക്കാണ്, നിൽക്കാൻ പോലും സമയമില്ലാത്ത സമയമുണ്ട്. ആ സമയത്ത് എല്ലാ കാര്യങ്ങളും അറ്റൻഡ് ചെയ്യുന്ന ആരായിരുന്നു? ഞാൻ തന്നെ, ഒറ്റയ്ക്ക് തന്നെ. കൂടെ ആളുണ്ടാവും, പക്ഷെ അന്ന് കൂട്ടത്തിൽ ആൾ കൊണ്ടുപോയിരുന്നു, ഒരു സ്ത്രീ ഉണ്ടാവും കൂടെ. പിന്നെ അത് വേണ്ടാച്ചത് പിന്നത്തെ കുട്ടികളെ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. ഒരു റൂമിൽ ഒറ്റയ്ക്ക് കിടക്കാൻ വരെ പേടിയില്ലൊരു ക്യാരക്ടറായിരുന്നു, ചിന്തിക്കാൻ പറ്റില്ലായിരുന്നു. പിന്നെ ഞാൻ നോക്കുന്ന സമയത്ത് ലേനയൊക്കെ വന്ന സമയത്ത് ലേനയൊക്കെ ഒറ്റയ്ക്ക് വരുന്നു. അയ്യേ, ഇന്ന് നാണക്കേടാണല്ലോ പിന്നെ നമ്മൾ ഇങ്ങനെ ആളെയും കൂട്ടി പോകുന്നത്. പിന്നെ അന്ന് കൂടെ ആൾക്ക് പൈസയും കൊടുക്കുകയായിരുന്നു കേട്ടോ. അതിപ്പോഴും കൊടുക്കുന്നുണ്ടല്ലോ. ഇപ്പം അത് നിർത്തലാക്കിയിരുന്നു. ഇപ്പം എനിക്കറിയില്ല, ഇപ്പോഴും പാറ്റ കൊടുക്കുന്നുണ്ടോ? പിന്നെ അതൊക്കെ ഒരു സമയത്ത് നിർത്തലാക്കി. പക്ഷേ ഇപ്പോൾ നമ്മൾ ഒറ്റയ്ക്ക് തന്നെ പോവും, ഒറ്റയ്ക്ക് തന്നെ വരും. അന്ന് പേടിയായിരുന്നു, ഹോട്ടലിലൊക്കെ ഒറ്റയ്ക്ക് ഒരു റൂമിൽ നിൽക്കുക എന്ന് പറഞ്ഞാൽ. ഇനി കൊച്ചു കുട്ടികൾ വരെ ഇങ്ങനെ വരുമ്പോൾ നമ്മൾ മോശമല്ലേ, കൊടുത്തില്ല. അതല്ലേ. ഏറ്റവും കൂടുതൽ താമസിച്ചിരിക്കുന്ന ഹോട്ടൽ ലൊക്കേഷൻ ഏതായിരുന്നു? അമൃത ഹോട്ടൽ, തിരുവനന്തപുരത്ത്. അവിടെയായിരുന്നു കൂടുതൽ സിനിമകളും അന്ന്, അതെ അതെ അല്ലേ? ആ ഹോട്ടൽ ഇന്നും ഓർമ്മയിൽ നിൽക്കേണ്ട ഹോട്ടലാണല്ലോ അല്ലേ? നമ്മുടെ ജീവിതം കൊണ്ടു കടന്ന ഹോട്ടലാണല്ലോ അല്ലേ? അവിടെ പ്രത്യേക റൂം അങ്ങനെ ഉണ്ടായിരുന്നു, നമുക്കൊരു വിശ്വാസം പോലെ ഒരു റൂം? അങ്ങനെയൊന്നുമില്ല. ഞാൻ അങ്ങനെ കേട്ടിട്ടുണ്ട് ചില ആളുകളുടെ റൂമുകൾ. അത് ചില ആൾക്കാർ അങ്ങനെ ഉണ്ട് തോന്നുന്നു. എനിക്ക് തോന്നുന്നു പൊന്നമ്മ ചേച്ചിയൊക്കെ അങ്ങനെ ഉണ്ടായിരുന്നു തോന്നുന്നു. പറയുന്ന സമയത്ത് ആദ്യം വിളിച്ചു പറയും എനിക്ക് ആ റൂം. ഞങ്ങളൊന്നും അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. അങ്ങനെ നല്ല റൂമാണ്, എത്രയേ ഉള്ളൂ. പോകുമ്പോൾ കിട്ടുന്ന റൂം അല്ലേ? അന്നൊന്നും ഈ റൂമുകളിൽ ഈ നമ്മൾക്ക് അന്നൊക്കെ ഈ പ്രൊഡക്ഷനിൽ നിന്ന് കാപ്പി ഇടുന്നു അല്ലെ ഫുഡ് ഒന്നും ഓരോരുത്തർക്കും ഓരോ ഇഷ്ടപ്രകാരമൊന്നും, എല്ലാം ഒരുമിച്ച് തന്നെ ആയിരിക്കും. ഈ പറഞ്ഞ പോലെ ക്യാരവാനിൽ ഒരുമിച്ചിരുന്ന് കഴിക്കണം. അപ്പോൾ ആ ഒരു നമുക്ക് ഇന്നത് വേണം, ഇന്ന ഫുഡ് വേണം, അങ്ങനെ നമുക്ക് പറയാനുള്ളൊരു അവകാശം ഉണ്ടായിരുന്നു. അന്നും ചോദിക്കും. അതൊക്കെ ഫുഡൊക്കെ ഒരു പ്രശ്നമല്ല. അന്നും ഇന്നും എന്നോ എപ്പോഴും എന്തെങ്കിലും വേണോ, ചപ്പാത്തി വേണോ അല്ലെങ്കിൽ രാത്രി വേറെ വല്ലതും വേണോ ചോദിക്കും. വ്യത്യാസം ഇപ്പോൾ രാവിലെയുള്ള ചായ ഉണ്ടെന്ന് ബെല്ലടിക്കുന്നത് മാത്രമില്ല. ഇപ്പോൾ അതൊരു ഭയങ്കര 5 മണിയാകുമ്പോഴത്തേക്ക് വന്ന്, അതാണ് നമ്മളെ സിഗ്നല്. ഷൂട്ടിംഗ് ഉണ്ടെന്നുള്ള സിഗ്നൽ അതാ. അല്ലെങ്കിൽ ചായ പുറത്ത് വെച്ചിട്ട് പോകും, ഫ്ലാസ്കിലല്ല. ഇപ്പൊ ചായ ഇല്ല, രാവിലെ ചായ ഇല്ല. നമ്മളെ ലൊക്കേഷൻ പോയാലോ കഴിക്കാൻ, ഹോട്ടലിൽ ഓർഡർ ചെയ്ത് കഴിക്കാം. മറ്റത് ചായ വെച്ചു എന്ന് പറഞ്ഞിട്ട് ബെല്ലടിക്കും. അത് പുലർച്ചെ ആയിരിക്കും. പുലർച്ചെ ചിലപ്പോൾ 4 മണിക്കായിരിക്കും, ചിലപ്പോൾ 5 മണിക്കായിരിക്കും. അത് ആ ബെല്ലടി കേൾക്കുമ്പോഴത്തേന് അയ്യോ ഷൂട്ടുണ്ട്. അപ്പോൾ അല്ല, ഷൂട്ടിങ്ങിൻ്റെ അല്ല, ഉറക്കം പോയി. അപ്പോൾ അതാണ് സിഗ്നൽ, നമുക്ക് ഷൂട്ടിംഗ് ഉണ്ട് എന്നുള്ളത്. ഇന്നതല്ല, അന്ന് പോകുമ്പോഴത്തേ നാളെ എത്ര മണിക്കെന്ന് പറയല്ലോ നമ്മളോട്. ചാർട്ടുണ്ടല്ലോ. കറക്റ്റ് അല്ലേ? ഇപ്പൊ വെറുതെ ഇരിക്കുന്ന ഇല്ലല്ലോ ആരും. കറക്റ്റ് ആ 2 ദിവസം അല്ലെ 5 ദിവസം എന്ന് പറഞ്ഞാൽ അത് ആർട്ടിസ്റ്റുകളെ തിരിച്ച് വീട്ടിലേക്ക് വിടും. പണ്ട് 5 ദിവസം നിൽക്കുന്ന ആൾ 20 ദിവസം നിൽക്കേണ്ടി വരും. എപ്പോഴാ ഷൂട്ടിംഗ് വരിക എന്നറിയില്ല. മൊത്തം അവിടെ താമസിക്കുക എന്നുള്ളതാണ് അന്നത്തേക്കൊരു. പോകാൻ പറ്റില്ല നമുക്ക്. ചോദിക്കും, പിന്നെ പോയി ചോദിക്കും, പോട്ടെ എന്നൊക്കെ ചോദിച്ചിട്ട് അങ്ങനെ പോകും. അങ്ങനെ പോകാൻ പറ്റുള്ളൂ. മറ്റേ ഇപ്പൊ ചാർട്ടുണ്ട്, നമുക്ക് ഇന്ന് വീട്ടിൽ നിന്ന് പോകുമ്പോൾ നമുക്ക് ഇത്ര ദിവസം ഷൂട്ടുള്ളൂ, നമുക്ക് ഇത്ര ദിവസം അടുത്ത പരിപാടിക്ക് പോകാം. അതെ.
ഈ പറഞ്ഞ അന്നൊരു സിനിമയ്ക്കാണ് എമൗണ്ട് പറയുന്നത്, സിനിമയ്ക്കാണ് എമൗണ്ട് പറയുന്നത്. നമുക്ക് 2 ദിവസം ഉണ്ടെങ്കിലും ഒരു സിനിമയാണ്. ഇന്ന് ദിവസങ്ങൾക്കാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഈ ദിവസങ്ങൾ വന്നപ്പോൾ നമുക്ക് സീരിയൽ പോലെ പറയാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. എനിക്കൊക്കെ പറയാൻ പറ്റില്ല ഇപ്പോഴും. നല്ലതുമാണ് ചീത്തയാണ് സത്യം പറഞ്ഞാൽ. ഒരു സിനിമയ്ക്ക് പറയുന്നതും ഒരു ആർട്ടിസ്റ്റിൻ്റെ ഒരു വാല്യൂ ആണല്ലോ ഉള്ളത്. ഈ ചായയുടെ കാര്യം പറയുമ്പോൾ രസകരമായ പല സംഭവങ്ങളും ഈ ചായയുടെ പിന്നിലുണ്ടാവുമല്ലോ. രാവിലെ കൊണ്ട് വെക്കുന്നു, ഉറക്കം പോകുന്നു, ഇത് എല്ലാവരെയും റൂമിൽ വെക്കുവാണല്ലോ. അതെ, ഇന്ന ആർട്ടിസ്റ്റ് ഒന്നുമില്ലല്ലോ. അല്ല, വർക്കുള്ളവരെ അവിടെ വെക്കുള്ളൂ. വർക്കില്ലെങ്കിൽ ചായ വെക്കും, ബെല്ലടിക്കൂല. ഉറങ്ങി കേൾക്കുമ്പോൾ എപ്പോഴാണ് ഫ്ലാസ്കിലാണല്ലോ തരുന്നത്. അതെ അതെ, ഉറക്കമുണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ ബെല്ലടിക്കുള്ളൂ. പിന്നെ എല്ലാവർക്കും പുതിയ ആൾക്കാർക്കൊന്നും ചിലപ്പോൾ വെക്കില്ല, ഫ്ലാസ്കും ഇതൊന്നും വെക്കില്ല. പുതിയ ആൾക്കാരാണെങ്കിൽ അവർ ബെല്ലടിച്ചിട്ട് ചായ കൊടുക്കും ഗ്ലാസ്സിൽ. അപ്പോൾ ഉറങ്ങി കയറ്റി മേടിക്കണം ആ സമയത്ത്. അങ്ങനെയുണ്ട്. ആദ്യമൊക്കെ അങ്ങനെയായിരുന്നു. ഫ്ലാസ്ക് വരണേ ഇല്ല, എനിക്ക് പിന്നെ ചായ അല്ലെങ്കിൽ ഞാൻ വേണ്ടാന്ന് പറയും. എനിക്ക് ചായ ഫ്ലാസ്ക് തന്നിട്ടുണ്ട്, ആദ്യമേ തന്നിട്ടുണ്ട്. ലാസ്റ്റ് ഇത് ചായ വേണ്ടാന്ന് വെച്ചാണ് ഉറക്കം പോവല്ലോ. അപ്പൊ ചിലർ ചായ വേണ്ടാന്ന് പറയും. അത് ഞാൻ കേട്ടിട്ടുണ്ട്, ഈ ഫ്ലാസ്കിൽ ചായ. അത് മാത്രമേ ഇപ്പൊ ഇല്ലാത്ത, ബാക്കിയല്ല ഫ്ലാസ്കിലേക്ക് എത്തുന്ന ഒരു ഇതാണ്. ഈ പറഞ്ഞ അന്നത്തെ നടിമാര്, ഞാൻ പറഞ്ഞില്ലേ നേരത്തെ പറഞ്ഞ അന്നത്തെ നടിമാരിൽ നിങ്ങൾ ബന്ധങ്ങളുള്ള ബന്ധങ്ങളില്ലാത്തവരുണ്ട്. അന്ന് നമ്മൾ ഈ സ്ത്രീകൾ ഒരുമിച്ച് കൂടിയാൽ ഭയങ്കര പ്രശ്നം എന്നൊക്കെ പറയുന്ന നാട്ടുവർത്താനങ്ങളുണ്ട്. അപ്പോൾ ഒരു ലൊക്കേഷൻ പോയിട്ട് അങ്ങനെ എന്തെങ്കിലും അനുഭവം ഉണ്ടായിട്ടുണ്ടോ? അങ്ങനെയൊന്നും ആവശ്യമില്ലാതെ പണ്ടുള്ള ആൾക്കാരൊന്നും സംസാരിക്കുകയേ ഉണ്ടായിരുന്നില്ല. ഒരാളുടെ കാര്യത്തിൽ ഇടപെടില്ലായിരുന്നു, ഒരാളുടെ കാര്യത്തിൽ. ഞാൻ കണ്ടിട്ടേ അല്ല അങ്ങനെ പരസ്പരം അവരുടെ കാര്യങ്ങൾ കഴിയുന്നു, അത്രയേ ഉള്ളൂ. ആ സൗഹൃദം പങ്കുവെച്ചിട്ട് പോകുന്നു, അത്രയേ ഉള്ളൂ. ഞാൻ കണ്ട ലൊക്കേഷനും ആൾക്കാരും ഒക്കെ അങ്ങനെയാണ്. പരസ്പര ബഹുമാനമായിരുന്നു പണ്ട്. ഇന്നില്ല എന്നല്ല, പക്ഷെ കുറച്ചും കൂടെ കൂടുതൽ പണ്ടായിരുന്നു. പണ്ട് ബഹുമാനം ഒന്നും വേണ്ട. ഇൻ്റർവ്യൂ ചെയ്യുന്ന ആൾക്കാരെ തന്നെ ഇപ്പം നമ്മൾ ചാനലുകൾ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് വല്ലാണ്ടായി പോകും. എന്നെ വിളിക്കുന്നു ഇല്ലേ, ഞാൻ വന്ന് നിങ്ങളെ മുമ്പിലിരിക്കുമ്പോൾ എന്നെ ബഹുമാനിക്കുക എന്നുള്ളത് നിങ്ങളുടെ കടമയാണ്, ഞാൻ നിങ്ങളെ ബഹുമാനിക്കുന്നത് എൻ്റെ കടമയാണ്. അതില്ലാത്ത എന്തൊക്കെ ഇൻ്റർവ്യൂ അപ്പം നടക്കുന്നത് നമുക്കൊന്നത് ഉൾക്കൊള്ളാൻ പോലും പറ്റില്ല. പരസ്പര ബഹുമാനമില്ലാത്തൊരു സംഭവം എന്ന് പറഞ്ഞാൽ ചിന്തിക്കാൻ പോലും പറ്റില്ല. അപ്പോൾ ഇപ്പം അത് വളരെ സൗഹൃദമാണ്. സിനിമയിൽ സൗഹൃദത്തിന് പ്രാധാന്യം, അതും നല്ലതാണ്. വരുന്നവർക്ക് നല്ലതാണ്, കുഴപ്പമില്ല. ഈ ഓരോ വേഷങ്ങൾ കിട്ടുമ്പം എനിക്ക് തോന്നുന്നു കൂടുതലും വില്ലത്തിയായിട്ട് ചെയ്തിട്ടുണ്ട്, അമ്മയായിട്ട് ചെയ്തിട്ടുണ്ട്, നാത്തൂനായിട്ട് ചെയ്തിട്ടുണ്ട്, എല്ലാ വേഷങ്ങളും ഉണ്ട്. ഏറ്റവും സംതൃപ്തി കിട്ടുന്ന ഏത് വേഷം ചെയ്യുമ്പോഴായിരുന്നു? എനിക്ക് പാർവതി ഭരണിയൊക്കെ ചെയ്തപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി. പാർവതി, തോളപ്പൂക്കൾ, ധനം ചെയ്തപ്പോൾ, അങ്ങനെ ഒരുപാട് പടങ്ങളുണ്ട്. പിന്നെ ബലി ചെയ്തപ്പോൾ ഉണ്ടായിരുന്നു. പിന്നെ അലിഫ് എന്ന് പറഞ്ഞൊരു സിനിമ ഞാൻ ചെയ്തു, ഞാനും പിന്നെ ആരാണ് അതിൽ അവാർഡും കിട്ടിയിട്ടുണ്ട്. അത് എനിക്ക് അവാർഡ് കിട്ടിയില്ല, അതിനെന്തോ അവാർഡ് കിട്ടുന്നു. അതിന് കിട്ടി അല്ലേ? ഗംഭീര റോളായിരുന്നു. അതൊക്കെ വന്നപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി അങ്ങോട്ടേക്ക് നല്ല റോളുകൾ എനിക്ക് വരുന്നു, പക്ഷേ വന്നില്ല. എപ്പോഴും നല്ല റോള് ഞാൻ ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് ഗ്യാപ്പാണ് എപ്പോഴും വരുന്നത്. സാധാരണ അങ്ങനെയല്ല. എനിക്ക് മാത്രം നല്ല റോള് ചെയ്തോ പിന്നെ കുറേ കഴിഞ്ഞിട്ട് വേറെ റോള് വരുന്നുള്ളൂ. എന്താണെന്നറിയില്ല. എന്താണെന്ന് ചിന്തിച്ചിട്ട് പിടുത്തം കിട്ടുന്നില്ല. പാരകളുണ്ടോ? അതെനിക്കറിയില്ല. പാരകളുണ്ടെന്ന് നമുക്കറിയില്ലല്ലോ. അല്ല, സീനത്ത് ഒരാളെ വിളിച്ചു കഴിഞ്ഞാൽ ഇതാണ് ഇങ്ങനെയാണ് എന്നാ വേണ്ട എന്ന് ചിന്തിക്കും. അങ്ങനെയൊക്കെ ഉണ്ടാവും, ഇഷ്ടം പോലെ പടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്നെ വിളിച്ച പടങ്ങൾ വേറെ ആൾക്കാർ ചെയ്തിട്ടുണ്ട്. നമ്മൾ പിന്നെ ആ ഡയറക്ടറെ കാണുമ്പോഴേ അറിയുള്ളൂ. നല്ല നല്ല റോളുകളാണ് പോയിട്ടുള്ളത്. അതൊക്കെ ഉഗ്രൻ റോളുകൾ. വിഷമം ഉണ്ടാക്കിയിട്ടുണ്ട് ഭയങ്കര. അപ്പോൾ നമുക്ക് ഭയങ്കര വിഷമം ഉണ്ടാക്കും. കാരണം നമ്മളറിയുന്നില്ലല്ലോ, സംവിധായകൻ നമ്മളെ വിളിക്കാൻ പറഞ്ഞിട്ട് നമ്മളറിയുന്നില്ല. പിന്നെ കുറേ കാലത്തിന് ശേഷം അന്ന് വിളിച്ചിട്ട് വരാൻ പറ്റില്ലല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ എന്നായിപ്പോവും നമുക്ക്. സംവിധാനം പറഞ്ഞിട്ടുണ്ട് വിളിക്കാൻ. അതെ, അത് അവർക്ക് താല്പര്യമില്ല ആൾക്കാരെ വിളിക്കുന്നതായിരിക്കും. അതിൻ്റെ ഇടയ്ക്ക് അന്നും പ്രൊഡക്ഷൻ കൺട്രോളർമാരാണല്ലോ നിയന്ത്രിക്കുന്നത്. ആരാത് ചെയ്യുന്ന അറിയില്ല. പ്രൊഡക്ഷൻ മാനേജർ അങ്ങനെയാണല്ലോ, അവരാണല്ലോ വിളിക്കുന്നത്, നമ്മളെ നിയന്ത്രിക്കുന്നു, നമ്മൾ വിളിക്കുന്നു. ഇപ്പം സംവിധായകനും പ്രൊഡ്യൂസറും പറഞ്ഞിട്ടുണ്ടാവും. അതെ, പ്രൊഡ്യൂസറല്ല, സംവിധായകർക്ക് അവർ പറഞ്ഞിട്ടുണ്ടാവും. പ്രൊഡ്യൂസർ അങ്ങനെ ഇടപെടാറുണ്ടോ എനിക്കറിയില്ല. അല്ല, ലിസ്റ്റ് കിട്ടി കാണുമല്ലോ അവർക്ക്. അതാണ് ഞാൻ പറഞ്ഞത്. ഇന്നാളെ വെക്കണമെന്ന് പറയുന്നല്ല പറഞ്ഞത്. അതെ, നമ്മുടെ റോള് സംവിധാനങ്ങൾ തീരുമാനം. സീനത്ത് എന്ന് പറഞ്ഞ ആക്ടിന് ഈ റോള് സീനത്തിനാണ് എന്ന് പറയുമ്പോൾ സീനത്തിനെ വിളിക്കുന്നു. പിന്നെ നമുക്കത് ഭയങ്കര സങ്കടം വരും അത് കാണുമ്പോൾ. എന്തിനാണ് ഇവർ ഇങ്ങനെ ചെയ്തെന്നുള്ള. ചില നടന്മാർക്കും ഉണ്ട് അത്. ചിലല്ല, ഒരു നടൻ്റെ പേര് എനിക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം. അയാളോട് നേരിട്ട് പറഞ്ഞിട്ടുണ്ട്, വളരെ മോശമാണ് ചെയ്യുന്നത്, വേണ്ടെന്ന് പറഞ്ഞു. ആരാ നടൻ? പേര് പറയില്ല, അത് മോശമല്ലേ. ഞാൻ ചുമ്മാ ചോദിച്ചെന്നുള്ളൂ. പേര് പറയണ്ട, പക്ഷെ അയാൾക്കറിയാലോ, അയാളോട് നേരിട്ട് പറഞ്ഞാണല്ലോ. നേരിട്ട് പറഞ്ഞു അല്ലേ? നേരിട്ട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ചെയ്യുന്നത് ഭയങ്കര വൃത്തികേടാണെന്ന്. എന്താ കാരണം പറയണം? അവർക്ക് താല്പര്യമുള്ള ആൾക്കാരിടാനായിരിക്കും, എനിക്കറിയില്ലത് എന്താന്നുള്ളത്. അല്ല, നടൻ ഡയറക്ടർ വേറെ നടൻ വേറെയാണ്. ഈ നടനാണ് പറയുന്നത്. നടനാണ് പറഞ്ഞിട്ടുള്ളത്.
ഡയറക്ടറിൻ്റെ അടുത്ത് പറയാണ് വേണ്ട എന്ന്? വേണ്ടാന്നുള്ളതല്ല, അത് വേറെ എന്തെങ്കിലും കാരണം പറഞ്ഞിട്ട് ഒഴിവാക്കിക്കോ. അത് എന്നെ വിളിച്ച് പറയുകയും ചെയ്തിട്ടുണ്ടേ. ഓ, അവരെന്നെ വിളിച്ച് കഥയും എല്ലാം വന്ന് വീട്ടിലേക്ക് വരാമെന്ന് പറഞ്ഞ് പിന്നെ ഷൂട്ടിംഗ് തുടങ്ങുമ്പോൾ നമ്മളില്ല എന്ന് പറയുമ്പോൾ എന്താന്ന് ചോദിക്കുമ്പോൾ അവർ വളരെ വ്യക്തമായിട്ട് പറയും. അത് പറയുകയും ചെയ്തു, പറഞ്ഞു ഇന്ന ആളാണ് പറഞ്ഞിട്ടുള്ളത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിപ്പോൾ ഇത് കേൾക്കുമ്പോൾ പുള്ളിക്ക് അറിയാലോ, പുള്ളിയോടെ ചോദിച്ചാണല്ലോ. എന്നിട്ട് ഡയറക്ടറിനോട് അന്നുണ്ടായിരുന്ന എല്ലാവർക്കും അറിയാം. അതറിയില്ല. ഇത് ഒരു പടമല്ല, 2-3 പടങ്ങൾ അങ്ങനെ ചെയ്തുമ്പോഴേ, ഒരു പടമാണെങ്കിൽ കുഴപ്പമില്ല. ഈ അടുത്ത കാലത്ത് വരെ അങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര വിഷമായി പോയി. ഇപ്പം അടുത്ത് വരെ ചെയ്തു എന്ന് പറഞ്ഞപ്പോൾ ഇപ്പോഴും ആക്റ്റീവായിട്ടുണ്ട്. പക്ഷെ നമ്മൾ അയാളെ പേര് പറയാൻ ഉദ്ദേശിക്കുന്നില്ല. അത് അവരുടെ ഇതൊക്കെ ഒരു ശ്വാസത്തിനല്ലേ ഉള്ളൂ. നമ്മളൊക്കെ എന്തിനാണ് അതിങ്ങനെ ചെയ്യുന്നതെന്ന് മനസ്സിലാവുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ആരും പേര് നമ്മൾ പറയണ്ട. എനിക്ക് പറയാനുള്ള എപ്പോഴും ഞാൻ നേരിട്ട് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ പറഞ്ഞപ്പോൾ എന്ത് പറഞ്ഞ? ഈ അടുത്തായപ്പോൾ പെട്ടെന്ന് ഈ അടുത്ത് പറഞ്ഞെങ്ങനെ വെച്ചാൽ ഞാനിനി വിളിച്ചൊന്നുമില്ല, പെട്ടെന്ന് കോള് മാറിയിട്ട് എനിക്ക് വന്നു. അപ്പം ഞാൻ പറഞ്ഞു ഞാൻ കാത്തിരിക്കുകയായിരുന്നു, പിന്നെയും പാര വെച്ചില്ലേ എന്ന് വെച്ചു. അയ്യോ എനിക്ക് വേറെ ഫോൺ വരുന്നത് കട്ട് ചെയ്തു. അതുകൊണ്ട് ചോദിച്ചു, വിളിച്ചതാ, വേറെ അറിയാതെ വന്നു പോയതാ. അതിൻ്റെ മുൻപ് ഞാൻ കണ്ടപ്പോൾ നേരിട്ട് പറഞ്ഞു, ചെയ്തത് അറിഞ്ഞു, ഡയറക്ടറിനെ പറഞ്ഞു. ഒത്തിരി സന്തോഷമുണ്ട്. ഇത് ഓരോരുത്തരുടെ താല്പര്യമല്ലേ. അതൊക്കെ അവരുടെ ഭാര്യയായിട്ട് അഭിനയിക്കുകയാണെങ്കിൽ കുഴപ്പമില്ല, അതൊന്നും അല്ല. അല്ലാത്ത റോളിൽ വെക്കുമ്പോഴേ അവരുമായിട്ട് ഒരു ബന്ധമില്ലാത്ത റോളായിരിക്കും. ബന്ധമില്ലാത്ത പക്ഷെ നല്ല റോളുകളാണ് അതൊക്കെ പോയിട്ടുള്ളത്. അതൊക്കെ പിന്നീട് അവരൊക്കെ ആലോചിക്കുന്നേ കുറച്ച് കഴിയുമ്പോൾ. ഇതൊന്നും ആർക്കും ശാശ്വതമല്ലല്ലോ. ഒരിക്കലും അല്ല. അല്ല, അങ്ങനെയൊക്കെ ഉണ്ട്, ഇപ്പോഴും നടക്കുന്നുണ്ട്, പണ്ടും ഇങ്ങനെ നടക്കുന്നു. തീർച്ചയായിട്ടും അല്ലേ? ഒരാൾക്കും ഉപകാരം ചെയ്യല് ഉപദ്രവിക്കാൻ കുറേ ആൾക്കാരുണ്ടാവും. അപ്പോൾ അതൊന്നും നമ്മൾ മൈൻഡ് ചെയ്യേണ്ടത്. നമുക്ക് ഒരാളെ നമുക്ക് കിട്ടും. അതിനൊന്നും ആലോചിച്ച് നിരാശപ്പെട്ട് ഞാനിപ്പോൾ അയാളെ കാണുന്ന സമയത്ത് സംസാരിക്കാതിരിക്കുക, അതൊന്നുമില്ല, ആവശ്യമില്ല. അത് അവരുടെ ഒരു നമ്മൾ സംസാരിക്കുമ്പോൾ ആ കുറ്റബോധം അദ്ദേഹത്തിന് വീണ്ടും വീണ്ടും ഉണ്ടായിക്കോളും. നമ്മൾ മാറി കിടക്കുമ്പോൾ സന്തോഷമായിരിക്കും. എന്തിനാണത് പറയുന്നത്? നമ്മൾ അറിയുന്നുണ്ട് അറിയിക്കാന്നല്ല, നിങ്ങൾ ചെയ്യുന്ന അറിയുന്നുണ്ട്, അത്രേ ഉള്ളൂ. അറിയാതെ നമ്മളെ കാണുമ്പോൾ ചിരിച്ചാൽ പോരാ, അതൊന്ന് അറിയിച്ചു കൊടുക്കുന്നു. അത് നല്ലൊരു തീരുമാനമാണ് കേട്ടോ. നമ്മൾ ആളുടെ പേര് പറഞ്ഞിട്ട് അദ്ദേഹത്തിന് മുമ്പിൽ പോയി നമ്മൾ ചിരിച്ച എന്തുണ്ട് വിശേഷം, ഇത് അറിഞ്ഞു എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന് ഉണ്ടാകുന്ന ഒരു മനസ്സില് ഒരു എന്നോടത് ചെയ്തിട്ടില്ല എന്നൊക്കെ പറഞ്ഞാലും പുള്ളിക്ക് അറിയാലോ പുള്ളി ചെയ്യുന്നുണ്ടോ ഇല്ലേ എന്നുള്ളത്. അതെ, അങ്ങനെ എത്ര പേരോട് ചെയ്തിട്ടുണ്ടോ. അപ്പൊ എല്ലാവർക്കും ഒരു പാഠമാവും. പാഠമൊന്നും ഇല്ലാന്ന്, ചെയ്യേണ്ടവർ ചെയ്തുകൊണ്ടേയിരിക്കും, ഇപ്പോഴും തുടർന്നുകൊണ്ടേയിരിക്കും. നമ്മളത് മൈൻഡ് ചെയ്യാം. നമുക്ക് ഒരു നമ്മൾ ചോറ് കഴിക്കുന്ന സമയത്ത് അതിൻ്റെ ഉള്ളിൽ നിന്നൊരു അരിമണി താഴെ പോയാൽ നമ്മളതെല്ലാം ചിന്തിക്കണം എന്ന് പറയില്ലേ, അതുപോലെ നമുക്കുള്ള വെച്ചതല്ലത്, അത്രയേ ഉള്ളൂ. അതിന് നമ്മൾ പരാതി പറഞ്ഞിട്ടോ ഒന്നും കാര്യമില്ല. ഈ പണ്ടൊക്കെ ഡബ്ബിംഗ് ഒക്കെ ചെന്നൈയിലേക്ക് പോകണം, അങ്ങനെയാണല്ലോ. എങ്ങനെയായിരുന്നു ആ ഒരു ജീവിത യാത്ര? പണ്ട് ചെന്നൈ പോകണം, ട്രെയിനിൽ വലിയൊരു കടമ്പയായിരുന്നു. അത് എങ്ങനെയാണ് ഓർത്തെടുത്ത്? അത് ഷൂട്ടിങ്ങിന് പോകും പോലെ തന്നെ, മാറ്റമൊന്നുമില്ല ഷൂട്ടിങ്ങിന്. പക്ഷേ അവിടെ 2-3 ദിവസം താമസിക്കേണ്ടി വരും നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ ഡബ്ബിങ് ചെയ്യുക. അത് മദ്രാസിൽ മാത്രമല്ലേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പം തിരുവനന്തപുരത്തല്ലേ, തിരുവനന്തപുരത്ത്, എറണാകുളത്ത് എവിടെയൊക്കെ ഉണ്ട്. നമ്മുടെ വീട്ടിൻ്റെ എല്ലാം തൊട്ടടുത്തല്ലേ, മദ്രാസിലേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ എനിക്ക് ഞാൻ കേട്ടിട്ടുണ്ട്, മദ്രാസിലേക്ക് പോകാൻ വേണ്ടി ട്രെയിനിൽ ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് ഒക്കെ ടിക്കറ്റ് കിട്ടും. അന്ന് ഏജൻസി പോലെ ഇത്ര ആർട്ടിസ്റ്റുകൾക്ക് ടിക്കറ്റ്, എന്ത് ബുക്കിംഗ് ആയാലും നിങ്ങളുടെ ഡബ്ബിങ്ങിന്റെ സമയത്ത് ഒരാളെ ഏൽപ്പിച്ചാൽ ടിക്കറ്റ് കറക്റ്റ് അല്ലേ? അങ്ങനെയല്ലായിരുന്നു. ടിക്കറ്റ് കൊണ്ടുതരും, ഫോണില്ലല്ലോ. അവര് നമ്മളോട് പറയും അവിടെ ഇന്ന സ്ഥലത്ത് അവർ വെയിറ്റ് ചെയ്യുന്നുണ്ടാവും എന്ന് പറയും. അങ്ങനെ അവർ ടിക്കറ്റ് കൊണ്ടുവന്ന് കയ്യിൽ തരും. ആ യാത്ര ഭയങ്കര എൻജോയ് ചെയ്തിരുന്നു. രസമായിരുന്നു. നമ്മൾ അന്നൊക്കെ ഫസ്റ്റ് ക്ലാസ്, പിന്നെ സെക്കൻഡ് AC, അത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. തേർഡ് ACയോ അന്നില്ല. ഇപ്പോൾ ഫസ്റ്റ് ക്ലാസ് എടുത്ത് കളഞ്ഞു. ഫസ്റ്റ് ക്ലാസ് AC അല്ല കേട്ടോ, ഫസ്റ്റ് ക്ലാസ് അതിൻ്റെ അകത്ത് AC ഉണ്ടാവില്ല. അപ്പോൾ അന്ന് നമ്മൾ കുറേ ആൾക്കാരുണ്ടെങ്കിൽ നമ്മൾ ആണ്. പക്ഷെ ഒറ്റയ്ക്ക് നമ്മൾ 2 സ്ത്രീകളൊക്കെ പോവുകയാണെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. കാരണം 4 സീറ്റായിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഇതങ്ങോട്ട് ലോക്ക് ചെയ്യും. അന്നൊന്നും പക്ഷേ ഭയങ്കര സുരക്ഷിതത്വമായിരുന്നു, ഇന്നത്തെ പോലെയല്ല. അന്ന് നമുക്ക് ആരും പേടിക്കേണ്ട കാര്യമില്ല. ഇന്നത് ആലോചിക്കുമ്പോൾ നമുക്ക് അയ്യോ അങ്ങനെയൊക്കെ യാത്ര ചെയ്തില്ലേ എന്ന് പേടി വരും. ഇന്ന് എനിക്ക് തോന്നുന്നില്ല അങ്ങനെയൊക്കെ യാത്ര ചെയ്യാൻ നമുക്ക് പേടിയായിരിക്കും. അന്ന് ഉണ്ടായിരുന്നില്ല. അന്ന് ഒരിക്കൽ ഞങ്ങൾ ഇതുപോലെ മദ്രാസിലേക്ക് പോണ സമയത്ത് ഒടുവിലുണ്ണി കൃഷ്ണചേട്ടൻ ഉണ്ടായിരുന്നു, കുറേ ആൾക്കാരുണ്ട്. അപ്പം എനിക്ക് സീറ്റ് കിട്ടിയത് ഒട്ടും പരിചയമില്ലാത്ത ഒരാളുടെ കൂടെ. എൻ്റെ കൂട്ടത്തിൽ നിൽക്കുന്ന സ്ത്രീക്ക് കിട്ടിയതാണെങ്കിൽ വേറെ സ്ഥലത്താണ് കിട്ടിയത്. അപ്പം ഞാൻ മാത്രമാണ് ഈ 4 സീറ്റല്ലേ ഉള്ളത്.
അപ്പോൾ അതിൽ ഞാൻ മാത്രമായിപ്പോയി, ഒറ്റക്കായിപ്പോയി. എനിക്ക് ആകെ ടെൻഷനായി, പേടിയായി, ഇതെന്താ സംഭവം, അറിയാത്ത ആൾക്കാർ. അപ്പോൾ പലരും ഇങ്ങനെ മദ്യത്തിൻ്റെയൊക്കെ സ്മെല്ലും വരുന്നുണ്ട്. ചെറുപ്പമല്ലേ. അപ്പോൾ ഞാൻ നോക്കുന്ന സമയത്ത് ഉണ്ണിയേട്ടൻ വരുന്നുണ്ട്. ഞാൻ വേഗം പറഞ്ഞു, ചേട്ടാ അവിടെ ഞാൻ ഒറ്റക്കാണ്, അവിടെ വന്നിട്ട് എടുക്കണേ, ഒന്ന് മാറ്റി അവരോട് പറഞ്ഞിട്ട് ഞാൻ വരാമെന്ന് പറഞ്ഞു. പുള്ളി വന്ന് പുള്ളി പിന്നെ അവിടെ നിന്ന് കഴിക്കാൻ തുടങ്ങി. പുള്ളി പിന്നെ ഭയങ്കര പാട്ടും, അയ്യോ ഞാൻ വിളിച്ചത്. പിന്നെ പുള്ളി വരെ ഉടക്കലും ഒക്കെ കൂടിയായിട്ട് പിന്നെ കുഴപ്പമില്ല, അത് ഒരു രസമായിരുന്നു. അത് ആ യാത്ര രസമാണ്. എനിക്ക് തോന്നുന്നു ആ ഡബിങ്ങിന് പോകുമ്പോൾ കുറേ സിനിമകൾ ചെയ്യുമ്പോൾ എല്ലാ സിനിമയ്ക്കും വേണ്ടി ഒരുമിച്ച് പോകാൻ പറ്റുന്നൊരു കാലം ഉണ്ടായിരുന്നു. അത് ഒരു സിനിമ കഴിഞ്ഞിട്ട് പിന്നെ ഇവിടെ നിന്ന് പിന്നെ പോകേണ്ടി വരുമോ? പിന്നെയാണ് പോകുള്ളൂ അല്ലേ. കാരണം അത് ഓരോരുത്തർക്ക് ഓരോ സമയത്തല്ലേ കിട്ടുള്ളൂ. അത് വലിയ ബുദ്ധിമുട്ടായിരുന്നു ഡബിങ്ങിന് പോകുക എന്നുള്ളത്. ശരിക്കും പറഞ്ഞാൽ അതൊരു ബുദ്ധിമുട്ടായിരുന്നു. അന്നത്തെ ഇപ്പോഴത്തെ പോലെ അല്ലല്ലോ ഡബിങ്. അന്ന് ഒറ്റയടിക്ക് പറഞ്ഞു പോകണം. പിന്നെ ആദ്യത്തെ പടങ്ങളൊക്കെ കുറേയൊക്കെ ആനന്ദവല്ലി അവരൊക്കെ ചെയ്തിട്ടുണ്ട്, കുറേ പടങ്ങളൊക്കെ അവർ ചെയ്തിട്ടുണ്ട്. പിന്നെയാണ് ഞാൻ അന്ന് ഡബിങ് അങ്ങനെ കൊടുക്കാറില്ല. പുതിയൊരാൾ വന്നാൽ ഡബിങ് ആർട്ടിസ്റ്റുകളെ കൊണ്ടേ ചെയ്യിച്ചിരുന്നുള്ളൂ പണ്ടൊക്കെ. നമുക്ക് ചെയ്യാൻ പറ്റില്ല. വളരെ അപൂർവമായിട്ടാണ് ആർട്ടിസ്റ്റുകൾക്ക് കിട്ടിയിട്ടുള്ളൂ. അത് അങ്ങനെയായിരുന്നു പണ്ട്. ഡബിങ് ആർട്ടിസ്റ്റുകൾ വേറെ, നമ്മൾ അഭിനയിക്കുക. പക്ഷേ ഞാൻ കുറേ കഴിഞ്ഞപ്പോൾ ഞാൻ തന്നെ ചെയ്തു. അല്ലെങ്കിൽ നമുക്ക് നിലനിൽക്കും. ആദ്യം ചെയ്ത ഡബിങ് നമ്മൾ ശബ്ദം കൊടുത്ത ഏത് സിനിമയ്ക്കായിരുന്നു? ഗസലാണോ സംശയമുണ്ട്. ഇപ്പോൾ അതങ്ങനെ കറക്റ്റ് ഓർമ്മയില്ല. ഗസൽ ആണ് മദ്രാസിൽ പോയി ചെയ്തത്. പിന്നെയുണ്ട്, എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല ഇപ്പോൾ ഏതാ ചെയ്തത്. അത്രയും സിനിമകൾ ചെയ്തില്ലേ. ഒരു മനസ്സിലെപ്പോഴും സന്തോഷമാണല്ലോ, ഇത്രയും സിനിമകൾ ചെയ്യാൻ പറ്റി, ഇപ്പോഴും ഞാൻ നിലനിൽക്കുന്നു എന്ന് ഓർക്കുമ്പം നമുക്കും അഭിമാനമാണ്. സിനത്ത് എന്നൊരു നടിയെ നമുക്കും ഇഷ്ടമായിട്ടാണ് ഞാൻ ഇവിടെ ഇപ്പോൾ തേടിയത്. എത്രയോ പ്രാവശ്യം വിളിച്ചത്. എവിടെയെങ്കിലും ഒരു വീഴ്ച സംഭവിച്ചപ്പോൾ നമ്മളൊന്ന് കൈപിടിച്ച് ഉയർത്തിയ ആരെങ്കിലും ഒരാൾ, അങ്ങനെ ഒരു പേര് പറയാനുണ്ടോ? അങ്ങനെ ഒരു പേര്, വീഴ്ച പറ്റിയ കൈപിടിച്ച് ഉയർത്തുക എന്ന് പറഞ്ഞാൽ, എനിക്ക് ഒരു ഘട്ടത്തിൽ ഞാൻ സിനിമകൾ നല്ല ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് എൻ്റെ കേട്ടിട്ടുള്ള പ്രശ്നങ്ങൾ എന്ന് ഞാൻ മാറി നിൽക്കുന്ന ഒരു സമയമാണ്. ആ ഒരു സമയത്ത് ആദ്യം വിളിച്ചിട്ടുള്ളത് സിദ്ദിഖ് ലാലും കൂടിയാണ് എന്നെ വിളിച്ചത്. അവർ വിളിച്ചിട്ട് അടുത്ത പടം എനിക്ക് തരികയാണ്. അല്ലെങ്കിൽ എനിക്ക് ഗ്യാപ്പ് വരുമായിരുന്നു. കാരണം ഇത് ആൾക്കാരുടെ മനസ്സിൽ അത്രയും വലിയൊരു എഴുത്തുകാരൻ എന്നൊക്കെ പറഞ്ഞാൽ എല്ലാവരുടെ മനസ്സിലും എന്തുകൊണ്ട് പിരിഞ്ഞു അതൊന്നും ആർക്കും വിഷയമല്ലല്ലോ, സ്ത്രീകളെയാണല്ലോ കുറ്റപ്പെടുത്തുക. അപ്പോൾ അന്നൊരു ഗ്യാപ്പ് വന്നില്ല എനിക്ക്. അപ്പം തന്നെ ഗൾഫ് ഷോയ്ക്കും എന്നെ അവരിട്ടു, നേരെ പോവുകയാണ്. അപ്പോൾ അത് അത്രയൊക്കെ ഉള്ളൂ. അല്ലാതെ ഭയങ്കരമായിട്ടല്ലാതെ എന്നെ ഒരു ഹെൽപ്പ് ചെയ്യുക, ഇത് തന്നെ ഏറ്റവും വലിയ ഹെൽപ്പാണ്. അല്ല അതാണ്. അല്ലെങ്കിൽ നമ്മൾ ചിലപ്പോൾ ഇരുന്ന് പോവും. ഈ പറഞ്ഞ പോലെ അത്രയും മുതിർന്ന ഒരു എഴുത്തുകാരനായിട്ട് നമ്മൾ അകന്നു പോകുന്നു. അത് വാർത്ത വരുന്നു, വാർത്തകൾ പത്രങ്ങൾ വലുതായിട്ട് ആഘോഷിക്കുന്നു. ആ സമയത്ത് നമ്മളൊന്നും ഇരുന്നാൽ പിന്നെ ആരും വിളിക്കില്ല. ഇപ്പോഴാണെങ്കിൽ ഒന്നും വിഷയമില്ല, അന്നത്തെ ഒരു സമയത്ത് ചിലപ്പോൾ പറയാൻ പറ്റില്ല. അതെ തീർച്ചയായിട്ടും. ഇപ്പോഴല്ല, അത് അന്നത്തെ കാലഘട്ടത്തിൽ അന്ന് അതുപോലെ തന്നെ മിന്നിത്തുളങ്ങി നിൽക്കുവാണ്. അല്ലേ? അപ്പോഴാണ് ഇദ്ദേഹമായിട്ട് കുറച്ച് സമയം എടുക്കും പിന്നെ നമ്മൾ വരാനൊക്കെ. അപ്പം തന്നെ വരണം എന്നില്ല, വരും, സമയമെടുക്കും. കാരണം അങ്ങനെ അങ്ങോട്ട് തള്ളി ഇതൊന്നും അങ്ങനെയൊന്നും ചെയ്യില്ല, പക്ഷേ സമയമെടുക്കാൻ സാധ്യതയുണ്ട്. അല്ല, അന്ന് നമ്മൾ പവർഫുൾ ആണല്ലോ സിനിമയിൽ. അതെ, അല്ലെങ്കിൽ നമ്മളൊന്നും അല്ലാതെ ഇപ്പോൾ അതെ സിനിമയിൽ നമ്മുടെ ക്യാരക്ടറിന് വേണ്ടി വെയിറ്റ് ചെയ്യണമല്ലോ അടുത്ത ആളുകൾ. അന്ന് ഗൾഫ് ഷോ പോയത് എനിക്ക് തോന്നുന്നത് സിദ്ദിഖ് ലാൽ ഗാലക്സി നല്ല, ഞാനും ജഗദീഷ് പിന്നെ കൽപ്പന ഒക്കെ നല്ല VHS കാസറ്റാണ് വരുന്നത്. നല്ല രസം എന്ന് പറഞ്ഞിട്ടൊരു സ്കിറ്റ് ഭയങ്കര രസമായിരുന്നു. ഗീത, മോഹിനി, മനോജ് കെ ജയൻ, നിറയെ ആൾക്കാരുണ്ടായിരുന്നു. മനോജ് ഉണ്ടായിരുന്നു തോന്നുന്നു. എന്തോ ഒരു സൗഹൃദം അല്ലേ ആ കാലഘട്ടത്തിലുള്ളവർ ഇപ്പോഴും. ശരിക്കും അത് നല്ല രസമായിരുന്നു. ആദ്യത്തെ ഗൾഫ് ട്രിപ്പല്ലേ. പിന്നെ എത്ര ഷോയ്ക്ക് പോയിട്ടുണ്ട്? പിന്നെ ഷോയ്ക്കൊന്നും അധികം പോയിട്ടൊന്നുമില്ല. അതിന് താല്പര്യമില്ല. അങ്ങനെ നന്നായിട്ട് പാട്ട് പാടും. നന്നായിട്ട് പാട്ട് പാടും. അയ്യോ എന്തീ പറയുന്നേ, മാപ്പിളപ്പാട്ടൊക്കെ ആ സമയത്ത് മാപ്പിളപ്പാട്ട് ആ സമയത്തൊക്കെ സ്റ്റേജിലൊക്കെ ആ സമയത്തൊക്കെ പാടും അല്ലേ? മാപ്പിളപ്പാട്ടുകൾ പാടുന്ന ഒരു ഷോയ്ക്കൊക്കെ അങ്ങനെ സെലക്ട് ചെയ്ത് പാടുന്ന ഒരാളായിരുന്നു ഞാൻ. എനിക്ക് ആ VHS കാസറ്റിലാണ് ഞാൻ കാണുന്നത് ഈ ഗൾഫ് ഷോ. അപ്പോൾ അന്ന് ചെയ്ത ഒരു ഉപകാരം നമ്മൾ ഒരിക്കലും മറക്കാൻ കഴിയില്ല. അതെ സുദ്ദീഖ് മരിക്കുന്നവരെ ആ ഒരു സൗഹൃദം നിന്നിട്ടുണ്ടായിരുന്നു. ലാലിൻ്റെ ഒക്കെ തമാശകൾ ഉണ്ടാവുമല്ലോ, ഇപ്പം പറയില്ല അങ്ങനത്തെ തമാശകളൊക്കെ പറഞ്ഞാൽ പ്രശ്നമാവും. അങ്ങനത്തെ കുറേ തമാശകൾ വരെ അങ്ങോട്ട് പറയുന്നത് ഞാനാകെ നാണം കെട്ട്. അന്ന് അവിടെ ചെന്ന് നോക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞു ഞാൻ ചെയ്യില്ല. ഞാൻ ലൊക്കേഷനിൽ പോയി, എന്നെ വിളിച്ചപ്പോഴേ ഞാൻ ചോദിച്ചു. ഈ ഒരു അനുഭവം ഉള്ളതുകൊണ്ട് ഞാൻ ചോദിക്കും എന്താണ് റോള് എന്നൊക്കെ ചോദിച്ചിരുന്നേ പോവാറുള്ളൂ.